ഇത് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത ഹദീസിന്റെ സെയിം തന്നെ 1147 സഹീഹ് ബുഖാരിയില് 14-ാമത്തെ അധ്യായത്തില് ബാബ് 14 ഖിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബില്ലൈലി ഫി റമളാൻ വഗൈരിഹി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലും അല്ലാത്തപ്പോഴും രാത്രി നമസ്കരിച്ചത് എന്ന അധ്യായത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ പിന്നെ അത് അവിടെ അസറും മഗ്രിബാണോ എന്ന് ഒരു മുജാഹിദും പറയില്ല. ഇപ്പൊ ഉസ്താദിന് വിഷയം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എല്ലാ ഉസ്താദുമാർക്കും. അത് വായിക്കണം, ആ ഹദീസ് നിങ്ങൾ വായിക്കണം. ബാബല്ല വായിക്കേണ്ടത്. ബാബ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇമാമിങ്ങളാണ്. ബാബ് ഇട്ടിട്ടുള്ളതിനെ പറ്റിയല്ല ചോദിച്ചത്. ആ ഹദീസിൽ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം വിശദീകരിക്കുന്ന ആ ഹദീസ് നിങ്ങളൊന്ന് വായിക്ക്. ആ ഹദീസ് വായിച്ചിട്ട് പറയും. മൈക്ക് വിട്ടു. ബാബല്ല ചോദിച്ചത്, മൈക്ക് വിട്ടു. ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ എന്നോട് പയ്യോളി ഉസ്താദ് ചോദിച്ചു ഈ ഹദീസിൽ നിന്ന് രാത്രി നമസ്കാരം എങ്ങനെയാണെന്ന് മനസ്സിലായത് എന്ന് പറയാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു സഹീഹുൽ ബുഖാരിയിലെ അധ്യായത്തിന്റെ പേര് തന്നെ രാത്രി നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അധ്യായത്തിന്റെ പേര് തന്നെ രാത്രി നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അത് ഹദീസിലില്ല. മനസ്സിലായില്ലേ മന്നജ്? ഹദീസ് നോക്കിയിട്ടല്ല നിങ്ങൾ തറാവിയാണ് രാത്രിയാണെന്നൊന്നും തീരുമാനിച്ചത്. ഇമാം നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചാണല്ലേ? ഇമാം നിങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെയാണോ? ഹദീസ് നോക്കിയിട്ടല്ല നിങ്ങൾ തീരുമാനം എടുത്തത് അല്ലേ? തറാവിയെ 8 ആണെന്നുള്ള ഇതിന് രേഖയാക്കിയത് നിങ്ങൾ ഹദീസ് നോക്കിയിട്ടും ഖുർആൻ നോക്കിയിട്ടൊന്നുമില്ല, മറിച്ച് ഇമാം നിങ്ങൾ പറഞ്ഞിട്ടാണ്. നിങ്ങൾ പറഞ്ഞാൽ മതി, എന്നാ പിന്നെ നമ്മളെ പ്രശ്നം തീർന്നു. ഈ പറഞ്ഞ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. അപ്പോ നിങ്ങൾക്ക് ഈ ഹദീസിൽ രേഖയില്ലല്ലോ, ഹദീസിന്റെ ലഫ്ളിൽ നിങ്ങൾക്ക് രേഖയില്ലല്ലോ, മറിച്ച് ഇമാം ആ അധ്യായത്തിൽ കൊണ്ടുവന്നു എന്നതാണോ നിങ്ങളുടെ രേഖ? അല്ല, ഹദീസാണോ? സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ അധ്യായത്തിൽ കൊണ്ടുവന്നു എന്നതാണോ നിങ്ങളുടെ രേഖ? അല്ല, ഈ ഹദീസാണോ നിങ്ങളുടെ രേഖ? എന്തിലാണ് നിങ്ങൾക്ക് രേഖ ഉള്ളത്? അതാ നിങ്ങൾ പറയണ്ടേ. ഹദീസിൽ എന്തായാലും മൂപ്പർക്ക് രേഖയില്ല. അതാണ് ഇപ്പൊ ബാബുമ്മ പറയുന്നത്. കണ്ടില്ലെങ്കില് മുജാഹിദ് പോണേണ്ടോ? ഹദീസിൽ 11 തറാവിയാന്നും കിട്ടൂല, രാത്രിക്കാരാന്നും കിട്ടൂല, പകലിക്കാരാന്നും കിട്ടൂല, സുന്നത്താന്നും കിട്ടൂല, ഒന്നും കിട്ടൂല. പിന്നെ ഇനിയിപ്പോ ഇമാം ബുഖാരിന്റെ ബാബുമ്മലേക്ക് പോവുക. ആരാ ബുഖാരി ഇമാമിന്റെ സഹീഹുൽ ബുഖാരിക്ക് ബാബ് എഴുതിയത്? അത് ഈ തെറ്റ് പറ്റാവുന്ന ഇമാം ബുഖാരി. ഹദീസല്ലല്ലോ ബാബ് ഹദീസല്ലല്ലോ, നബിന്റെ വാക്കല്ലല്ലോ, ഒന്നുമല്ല. മറിച്ച് ഇമാം ബുഖാരി തങ്ങൾ സ്വന്തം നിലക്ക് എഴുതി കൊടുത്ത ബാബിലാണോ നിങ്ങൾക്കുള്ള രേഖ? അതല്ല അതിന് അടിയിൽ കൊടുത്ത ഹദീസിലാണോ രേഖ? ഹദീസിൽ നിങ്ങൾക്ക് രേഖയില്ല, അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങൾ ബാബിലേക്ക്, ഇമാം നിങ്ങൾ സ്വന്തം നിലക്ക് എഴുതിയ ബാബിലേക്ക് നിങ്ങൾ പോകുന്നത് അല്ലേ? നിങ്ങൾ പറയണം. ഇതിന്റെ ഇടയിലേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. സഹീഹുൽ ബുഖാരിയുടെ ബാബിന്റെ ആദ്യത്തില്, കിതാബിന്റെ ആദ്യത്തിൽ ബദഉൽ ഖൽഖ് അല്ലേ? ബദഉൽ ഖൽഖ് അല്ലേ? ബദഉൽ ഖൽഖ് അല്ലായിരുന്നോ? അതോ ബദഉൽ വഹിയോ? ബദഉൽ ഖൽഖ് അങ്ങനെ തന്നെ അല്ലേ? അല്ലേ ബദഉൽ വഹിയാണോ? വടർപള്ളി ഉസ്താദേ, എന്റെ ഓർമ്മ ബദഉൽ വഹിയാണെന്നാണ് അല്ലേ? ആ വഹിയാണ് അതന്നെ. ബദഉൽ വഹി ആ ബാബിന് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞ ഹദീസ് കൊണ്ടുവന്ന് കാണാം. എന്താണ് അവ നിങ്ങൾ ചെയ്യുക? ഒന്നാമത്തെ ബാബ് ബദഉൽ വഹിയാണ് ബാബിന് പേരിട്ടിരിക്കുന്നത്. കൊണ്ടുവന്ന ഒന്നാമത്തെ ഹദീസോ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ആ വഹിയായിട്ട് നല്ല ബന്ധമുള്ള ഹദീസാ കൊണ്ടുവന്നത്. അപ്പൊ മൂപ്പര് മനസ്സിലാക്കുക, അത് ശരി, വഹിന്റെ ബാബിൽ നിയ്യത്തിന്റെ ഹദീസ് കൊണ്ടുവന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ തിരിയ? അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും അതന്നെ ശരിക്കും ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് ഇമാം ബുഖാരി തങ്ങളുടെ ബാബും അതിന്റെ അടിയിൽ കൊടുക്കുന്ന ഹദീസും തമ്മിലുള്ള ബന്ധം എന്താന്ന് തിരിയണമെങ്കിൽ അതിന് കുറെ പണിയാകും മനസ്സിലാക്കാൻ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു ബാബും ഹദീസും തമ്മിലുള്ള തഅല്ലുഖ്,
അത് ചർച്ച ചെയ്യാൻ മാത്രം ചില സ്ഥലങ്ങളിൽ 2-ലധികം പേജുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ബാബും ഹദീസും തമ്മിലുള്ള ബന്ധം എന്താന്ന് ചർച്ച ചെയ്യാനേ. ഇമാം ബുഖാരി ഇങ്ങനെ ഒരു ബാബു കൊടുത്തു, അതിന്റെ അടിയിൽ ഈ ഹദീസാണ് കൊടുത്തത്. നമ്മൾ നോക്കുമ്പോ ഹദീസും ബാബുമായിട്ട് ഒരു ബന്ധവും കാണാനില്ല. എന്താ ബന്ധം? അത് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ 2-ലധികം പേജുകൾ ചില സ്ഥലങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബാബിൽ ഇങ്ങക്ക് കാര്യമില്ല. ആ ബാബിൽ ഇമാം ബുഖാരി എന്തിനാ അത് കൊണ്ടുവന്നത്? അത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായ അഇമ്മത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ചർച്ച നമുക്ക് വേറെ ചെയ്യാം. ഹദീസിൽ ഇങ്ങക്ക് തെളിവില്ലല്ലോ. ഹദീസിന് രാത്രി നിൽക്കാനൊന്നുമില്ല, തറാവീഹൊന്നുമില്ല, സുന്നത്തൊന്നുമില്ല, ഒന്നുമില്ല. പിന്നെ എന്തിനാ ഹദീസും താങ്ങിയങ്ങാണ്ട് നടന്നിട്ട് നിങ്ങൾ തറാവീഹിനുള്ള രേഖയാണെന്ന് പറയുന്നത്? അത് തറാവീഹിനുള്ള രേഖയാണെന്ന് നിങ്ങളോട് ആരെ പറഞ്ഞു? ഏത് ഇമാമാ പറഞ്ഞു? ഒരു ഇമാമും പറഞ്ഞില്ല, ഒറ്റ ഇമാമും പറഞ്ഞില്ല. അതല്ല രസോ. പിന്നെ അത് നിങ്ങൾ കണ്ടു. ഇനി വേറെയും കുറെ ചർച്ച ചെയ്യാണ്ട് ആ വിഷയത്തില്. അപ്പൊ മൻഹജ് പറയും ആ ഹദീസിൽ നിങ്ങൾക്കുള്ള രേഖയില്ല കുട്ടിയെ, അതുകൊണ്ടാണ് നിങ്ങൾ ബാബുമലേക്ക് പോകുന്നത്. മനസ്സിലായില്ലേ? നിങ്ങള് ആ ഹദീസിൽ നിങ്ങൾക്ക് രേഖയില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ബാബിലേക്ക് പോണത്. ആ ബാബിന്റെ ഇടയില് ശരിക്കും ശ്രദ്ധിക്കാം, ബാബിന്റെ തഹത്തിൽ എന്തിനാണ് ആ ഹദീസ് കൊണ്ടുവന്നത്? അത് മറ്റൊരു ചർച്ചയാണ്. അത് മറ്റൊരു ചർച്ചയാണ്, നമുക്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ ഹദീസിൽ രേഖയില്ലല്ലോ, അത് ഉറപ്പിച്ചോളൂ. മൈക്കെടുത്തോളൂ, ഞാൻ മൈക്ക് വിട്ടു. അതെ, ഒരു അധ്യായം കൊടുക്കുക ഇമാം ബുഖാരി, എന്നിട്ട് അതിന്റെ ചുവടെ ഒരു ഹദീസ് കൊടുക്കുക. അതായത് അധ്യായത്തിന്റെ പേര് തന്നെ രാത്രി നമസ്കാരത്തെ കുറിച്ചുള്ള ചോദ്യത്തെ കുറിച്ചാണ്. എന്നിട്ട് അതിന്റെ നേരെ കൊടുക്കുന്ന ഹദീസും ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ളത് ആയിഷ ബീവിയോട് ചോദിച്ചതായിട്ടുള്ളതാണ്. ഉസ്താദ് തന്നെ ഇവിടെ സമ്മതിക്കുകയുണ്ടായി അത് രാത്രി നമസ്കാരമാണ് എന്നും വിത്റാണ് എന്ന് ഉസ്താദ് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചതാണ്, ഈ വിത്തറും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ ആ ഹദീസിൽ രാത്രി എന്നുണ്ടോ? ഇല്ലല്ലോ. ഇമാമിന്റെ ബാബല്ലേ നിങ്ങളെ പ്രശ്നം. ആ ഹദീസ് നിങ്ങൾക്ക് രേഖയല്ലല്ലോ. ഇമാമിന്റെ ബാബ് ഓക്കെ, നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ആ ഹദീസിൽ രേഖയില്ല നിങ്ങൾ തീരുമാനിക്കണം. കാരണം ആ ഹദീസിൽ രാത്രി നിസ്കാരമെന്നോ തറാവീഹെന്നോ അല്ല, ഒന്നുമില്ല ഹദീസിൽ. നബിയുടെ 1 മാസത്തെ നിസ്കാരത്തെ കുറിച്ചുള്ള ചോദ്യമാണത്. അതിനുള്ള മറുപടിയാണ് ആ 1 മാസത്തിൽ നബി 11-നേക്കാളും കൂട്ടിയിട്ടില്ല, അല്ലാത്ത മാസങ്ങളിലും തദൈവം. എല്ലാ മാസങ്ങളിലും നബി 11-നേക്കാളും കൂടുതൽ നിസ്കരിച്ചിട്ടേ ഇല്ല. അത് രാത്രിക്കാരൊന്നുമില്ല ഹദീസിൽ, പകരക്കാരൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? പിന്നെ നമുക്കൊരു ചർച്ച ചെയ്യാനുണ്ട്. എന്തിന് ആ ബാബിന്റെ തഹത്ത് കൊണ്ടുവന്നു, അണ്ടറിൽ കൊണ്ടുവന്നത് എന്തിന്? അത് ഞങ്ങൾ പറഞ്ഞുതരാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ നിങ്ങൾ പറയണം ഈ ഹദീസിൽ രേഖയില്ല, ഹദീസിൽ നിങ്ങൾക്ക് രേഖയില്ല. പിന്നെ ഇപ്പൊ ഇവരൊക്കെ കുടുങ്ങുമ്പോ ഇമാമിങ്ങളിലേക്ക് പറയുന്നുണ്ടോ? ഇപ്പൊ ഇമാം ബുഖാരി ഷാഫി മദ്ഹബ് പറഞ്ഞ അതാ രസം. ഈ തഹത്തില് ബാബു ഇട്ടിട്ട് തറാവീഹിന്റെ ബാബ് ഇവര് പറയും പോലെ ഇട്ടിട്ട് അതിന്റെ താഴെ ഈ ഹദീസ് കൊണ്ടുവന്ന ഇമാം ബുഖാരി തങ്ങള് ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് 23 നിസ്കരിച്ച ആളാ. അതാ രസം. കൊണ്ടുവന്ന ഇമാം ബുഖാരി തങ്ങളെ 23 അനുഷ്ഠിക്കണം എന്ന് പറയുന്ന ഷാഫിഈ മദ്ഹബുകാരൻ. എന്താ നിങ്ങൾ ഈ പറയണത് മന്നജ്? ഇത് നിങ്ങൾക്ക് ആ ഇമാമിന്റെ ബാബല്ലേ രേഖ ഞങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയും ഈ ഹദീസ് ചർച്ച തീരട്ടെ, ബാബിലേക്ക് പോകാം. നമുക്ക് ആയിക്കോട്ടെ. അതിന് ഞാൻ പറഞ്ഞിട്ട് ഈ ഹദീസ് പൊളിച്ചടുക്കി കയ്യിലേക്ക് ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖോട് കൂടെ ഞങ്ങൾ നൽകും, തരാ. പക്ഷെ ഈ ഹദീസിൽ നിങ്ങൾക്ക് രേഖയില്ല എന്ന് പറയൂ. അതിനുശേഷം വേറൊരു ചർച്ച വരാനുണ്ട്. ഇവിടെ വേറൊരു ചർച്ച വരാനുണ്ട്. സഹീഹുൽ ബുഖാരി തന്നെ നിങ്ങൾ ഈ ഹദീസ് ഞാൻ വിളിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് കൊണ്ട് തന്നെ ഈ ഹദീസ് പൊളിയും. റബ്ബിന്റെ തൗഫീഖോട് കൂടെ നമുക്ക് നോക്കിക്കാണാം. കണ്ടോളൂ നിങ്ങള്, നമുക്ക് കാണാലോ. അപ്പോ വിഷയത്തിലേക്ക് വാ. ഈ ഹദീസിൽ അതിന് രേഖ ഉണ്ടോ? രാത്രിക്കാരെന്ന ഹദീസിലുണ്ടോ? തറാവീഹ് ആണെന്നുണ്ടോ? സുന്നത്താണെന്നുണ്ടോ? ഒന്നുമില്ലാതെ ഇത്ര മാത്രമേ ഉള്ളൂ. 1 മാസത്തേക്ക് നബിയുടെ നിസ്കാരം 11-നേക്കാളും കൂട്ടിയിട്ടില്ല. അതെല്ലാ മാസത്തിലും 11 റക്അത്ത് തന്നെയാണ്. അതിനേക്കാളും കൂടുതൽ നബി തങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്നേ കിട്ടുള്ളൂ. മനസ്സിലായോ? ഇതല്ലേ ആ ഹദീസ് നിന്ന് കിട്ടുക?
എന്നിട്ട് കടക്കാം ബാബിലേക്ക്. മൈക്ക് എടുത്തിട്ട് പറയും. ഉസ്താദിനിതില് രാത്രി എന്ന് കിട്ടണമെന്നാണ് ഉസ്താദിന്. ഞാൻ പറഞ്ഞ ഹദീസ് തന്നെ അതിന്റെ പൂർണ്ണ ഭാഗം ലാസ്റ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തല്ലാതെ 1147 ഹദീസ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. അവർ ചോദിക്കപ്പെട്ടു, അള്ളാഹുവിന്റെ റസൂലെ, റമദാൻ മാസത്തിലെ നമസ്കാരം എങ്ങനെയായിരുന്നു? അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ റമദാനിലോ അല്ലാത്തപ്പോഴോ 11 റക്അത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല. 4 റക്അത്ത് നമസ്കരിക്കും. അതിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് ഭംഗിയെക്കുറിച്ചോ നീ ചോദിക്കേണ്ടതില്ല. പിന്നെ 4 റക്അത്ത് നമസ്കരിക്കും. അതിന്റെ ദൈർഘ്യത്തെക്കുറിച്ചോ ഭംഗിയെക്കുറിച്ചോ നീ ചോദിക്കേണ്ടതില്ല. പിന്നെ 3 റക്അത്ത് നമസ്കരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആ സമയത്ത് ഞാൻ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, വിത്ർ നമസ്കരിക്കാതെ താങ്കൾ ഉറങ്ങുകയാണോ? അപ്പോൾ അവിടെന്ന് പറയും, ആയിഷ, എന്റെ 2 കണ്ണുകളും ഉറങ്ങുന്നു, ഞാൻ എന്റെ മനസ്സുറങ്ങിയിട്ടില്ല. അതൊരു നല്ല പോയിന്റ്, നല്ലൊരു പോയിന്റ്. എനിക്ക് മനസ്സിലായി. ഞാൻ വിശദീകരിച്ചു. ഞങ്ങൾ നിക്കരിച്ച് ലാസ്റ്റ് ആവുമ്പോ നബി തങ്ങൾ കിടക്കുന്ന സമയത്ത് ആയിഷ ബീവി ചോദിക്കും, വിത്ർ നിക്കരിക്കാണ്ടാണോ നബിയെ കിടക്കുന്നത്? അപ്പൊ വിത്ർ രാത്രിയിലല്ലേ? വിത്ർ രാത്രിയിൽ നിക്കരിക്കേണ്ട നിക്കാരാണല്ലോ. ആ കുട്ടിയെ അതിനിപ്പോ ആരാ അല്ലാന്ന് പറഞ്ഞു രാത്രിയിൽ നിക്കരിക്കേണ്ട നിക്കാരാണ് വിത്ർ. അതൊക്കെ ശരിയാ. അത് ഒരു റക്കായത്തല്ലേ? അതെന്തോ ആവട്ടെ, ഒരു റക്കായത്താണല്ലോ വിത്റിന്റെ, ഇല്ലേ? ബാക്കി ആകെ നബി തങ്ങളുടെ നിക്കാരം ആ മാസത്തിലും അല്ലാത്ത മാസത്തിലും 11 ആകെ നബിയുടെ നിക്കാരം. മറ്റേത് ഈ 10 റക്അത്തുണ്ടല്ലോ, അത് രാത്രിയിലാണോ പകലിലാണോ എന്നുള്ള ഒന്നും അതിൽ രേഖയില്ല. നിക്കരിച്ച് അവസാന ഒരു റക്അത്ത് നിക്കരിക്കണം. ഇജ്അലു ആഖിറ സലാത്തിക്കും വിത്ര, ഒരു ദിവസത്തിലുള്ള അവസാനത്തെ നിക്കാരം നിങ്ങൾ വിത്റാക്കണം. അത് നബി ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പാണ് നിക്കരിക്കലുള്ളത് സാധാരണ. അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പാണ് നിക്കരിക്കാറുള്ളത് സാധാരണ. അതുകൊണ്ടാണ് ആയിഷ ബീബി അത് ചോദിച്ചത്. അതൊന്നും അതിന്റെ ബാക്കിയുള്ള ഭാഗം പകലാണ് നിക്കരിച്ച്, അല്ലെങ്കിൽ പകലല്ലാന്നോ രാത്രി അല്ലാന്നോ, ഇതൊന്നും അതിൽ രേഖയില്ല. മനസ്സിലായില്ല? ശരിക്കും ശ്രദ്ധിക്കുക. 11 റക്അത്ത് നബി തങ്ങൾ നിക്കരിച്ചു. അവസാനത്തെ ഒരു റക്അത്താണ് എന്ത്? വിത്ർ. വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റ. പാടില്ലേ? അല്ല, വിത്ർ രാത്രി. അതൊന്നും ഈ ഹദീസിൽ നിന്ന് കിട്ടൂല. ഈ ഹദീസിൽ ആകെ എത്രയേ ഉള്ളൂ? 11 റക്അത്തെ നബി ഒരു മാസത്തേക്ക് നിക്കരിച്ചിട്ടുള്ളൂ എന്ന് കിട്ടും ഈ ഹദീസിൽ നിന്ന്. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒന്നും കിട്ടൂല. ഒരു മാസത്തേക്കുള്ള നബിയുടെ നിക്കാരത്തിന്റെ ടോട്ടൽ റക്അത്തിന്റെ എണ്ണം 11 എന്ന് കിട്ടും. അതിന്റെ അപ്പുറത്തേക്ക് കിട്ടൂല. മനസ്സിലായില്ലേ? മുസ്ലിംമാര് കുടുങ്ങി കണ്ടോ? മൂപ്പര് കുടുങ്ങിന്ന് പറയാണ്. കണ്ടോ? മൂപ്പര് കുടുങ്ങിയല്ലോ. പറച്ചോര, അതിനിപ്പോ ഞങ്ങളെ വിളിച്ചിട്ട് എന്താ കാര്യം? ഹബീബേ, ഹദീസ് ഉദ്ധരിക്കുമ്പോ ആലോചിക്കണ്ടേ? ഇമാമിങ്ങൾ പറയാത്ത ഒരു രൂപത്തിൽ ഹദീസ് വ്യാഖ്യാനിച്ച് തോന്നിവാസം പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെ പെട്ടുപോണത്. അതിനിപ്പോ ഇപ്പൊ മൊയ്ലാമാരെ കുടുങ്ങിന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ? അതിനൊന്നും കാര്യമില്ല. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഈ ഹദീസ് കൊണ്ട് കിട്ടുക, ഒരു മാസത്തേക്ക് നബി തങ്ങൾ 11 റക്അത്തിലധികം നിസ്കരിച്ചിട്ടില്ല എന്നാണ്. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലേ? ഇതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. മൈക്കെടുത്തോളൂ. ഞങ്ങൾ 100 വട്ടം അംഗീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം റമളാനിൽ 10 കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരേ റക്അത്തിലും സൂറത്ത് അൽ ബഖറ, ആൽ ഇംറാൻ എന്നിങ്ങനെയുള്ള സൂറത്തുകളായിരുന്നു ഓതിയിരുന്നതെന്ന് സഹീഹ് ബുഖാരിയിലുണ്ട്. അങ്ങനെ ഒരു 8 റക്അത്ത് നമസ്കരിച്ച് നോക്കൂ പയ്യോളി ഒരു ദിവസം സൂറത്ത് അൽ ബഖറൊക്കെ ഓതിയിട്ട്. അപ്പോൾ മനസ്സിലാവും എത്ര നമസ്കരിക്കാൻ കഴിയുമെന്ന്. അപ്പോൾ മനസ്സിലാവും എത്ര നമസ്കരിക്കാൻ കഴിയുമെന്ന്. മൻഹജ് പോകല്ല, നിങ്ങൾ 100 വട്ടം പറഞ്ഞുകൊണ്ട് പറയാണ്. എന്നാ സഹീഹുൽ ബുഖാരി ഹദീസ് നമ്പർ 666 പിടിച്ചോ.
സഹീഹുൽ ബുഖാരി ഹദീസ് നമ്പർ 666, സഹീഹ് മുസ്ലിം 1824 നമ്പർ ഹദീസ്, സഹീഹ് ഇബ്നു ഹിബ്ബാൻ 4138. ശരിക്കും ശ്രദ്ധിച്ചോളൂ ഹദീസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം, ബിത്ത് ഇൻദ ഖാലത്തി മൈമൂന, ഞാൻ മൈമൂന ബീവിന്റെ അടുക്കൽ ഒരു ദിവസം രാപ്പാർത്തു. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാ, തിൽക്കല്ലൂല, ഒരു രാത്രിയിലെ റസൂലുള്ള, നബി തങ്ങൾ wudu എടുത്തു. സുമ്മ ഖാമ യുസല്ലി റകഅതൈനി, പിന്നെ നബി തങ്ങൾ 2 റകഅത്ത് നിസ്കരിച്ചു. ഫകുന്തു അൻ യസാരിഹി, ഞാൻ ഇടത്തെ ഭാഗത്ത് പോയിരുന്നു. ഫഅഖദനി ഫജഅലനി അൻ യമീനിഹി, നബി തങ്ങൾ എന്നെ വലത്തെ ഭാഗത്തേക്ക് പിടിച്ചു നീക്കി. ഫസല്ലാ ഫീ തിൽക്കല്ലൈല, ആ രാത്രിയിൽ നബി തങ്ങൾ നിസ്കരിച്ചു 13 റകഅ, 13 റകഅത്ത്. 13 റകഅത്ത് ആ രാത്രിയിൽ നബി തങ്ങൾ നിസ്കരിച്ചിരുന്നു. മുജാഹിദ് പറഞ്ഞെന്താ 11 കൂട്ടിയിട്ടില്ല. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു സഹീഹുൽ ബുഖാരി 13 നിസ്കരിച്ചു. 100 വട്ടം അംഗീകരിക്കൂല്ലേ? ഇനിയും പൊളിച്ചേരുങ്ങളാ ഹദീസ്. ഇപ്പൊ 13ലേക്ക് എത്തിച്ചില്ല നിങ്ങളെ, 11 കൂട്ടിയിട്ടില്ല. രാത്രി നിൽക്കാറും എന്നതാ 13 നിസ്കരിച്ചോ ഇബ്നു അബ്ബാസ്. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, മുത്തഫഖുൻ അലൈഹി ഹദീസ്. ഇനി എന്ത് പറയണം നിങ്ങൾക്ക്? നിങ്ങളെ ഹദീസ് ഇവിടെ, നിങ്ങളെ 11ന്റെ ഹദീസ് മാറ്റി വെക്കാനായി പോരെ? 13 ഉണ്ട്, ആ സഹീഹുൽ ബുഖാരി തന്നെ ഉണ്ട്. അതന്നെ മുസ്ലിമിന്റെ ഹദീസ് നമ്പർ 1824. എന്റെ അടുത്തുള്ള PDF കോപ്പിയിലാണോ കേട്ടോ ഞാൻ പറയുന്നത്. PDF കോപ്പിയിൽ 1824 നമ്പർ ഹദീസ്. ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോ നിങ്ങൾ ആ ഹദീസ് പൊളിഞ്ഞില്ലേ? 11 കൂട്ടിയിട്ടില്ല എന്നുള്ളത് 13 റകഅത്ത് നിസ്കരിച്ചിരുന്നു. ഇനി കേൾക്കണോ? ഇനിയും ഹദീസ് കേൾക്കണോ? ആ വിഷയത്തിൽ തന്നെ ഹദീസ് പിടിച്ചോളൂ. സഹീഹ് ഇബ്നു ഹിബ്ബാൻ വീണ്ടും പിന്നെ ഉദ്ധരിക്കുന്നത് കാണാം 13 റകഅത്ത്. അതുപോലെ തന്നെ ഇബ്നുൽ മുൻദിർ, ഇബ്നു ഖുസൈമ സഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. കേട്ടോ, ശരിക്കും കേട്ടോളൂ. അതുപോലെ തന്നെ സഹീഹ് മുസ്ലിം കിതാബുൽ മുസാഫിൻ ബാബു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വദുആഇഹി ബില്ലൈൽ, ആ ബാബിലും കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈലി 13 റകഅ, 13 റകഅത്ത് നിസ്കരിച്ചു എന്ന്. അപ്പൊ 11 കൂട്ടിയിട്ടില്ല. നിങ്ങൾ നോണ പറഞ്ഞതാ, 13 റകഅത്ത് നിസ്കരിച്ചു എന്നുള്ള രേഖയുണ്ട്. എന്നാ 13 നിസ്കരിക്കും മുജാഹിദെ പോയിട്ട്. മുജാഹിദെ 13 നിസ്കരിക്കാൻ രേഖയായോ നിങ്ങൾക്ക്? സഹീഹുൽ ബുഖാരിയിലെ ഹദീസാ 23 നിങ്ങളെ കൊണ്ട് ഞങ്ങൾ കേൾപ്പിച്ചു തരാം. ഇപ്പൊ 13 നിസ്കരിക്കാൻ രേഖയായോ? പറ, മൈക്കെടുത്തിട്ട് പറ. നിങ്ങൾ ഓരോ തോന്നിയാസം ഓരോ ഹദീസ് ഇങ്ങോട്ട് കണ്ടുവരും, എന്നിട്ട് തോന്നിയാസം അങ്ങനെ പറയും. ഇപ്പൊ 11 വിട്ട് 13ലേക്ക് എത്തിയോ? നിങ്ങള് മൈക്കെടുത്തിട്ട് പറ. ഇനി അടുത്ത കൊല്ലം മുതൽ ഞങ്ങൾ 13 നിസ്കരിക്കാൻ തീരുമാനിച്ചു. മൈക്കെടുത്തിട്ട് പറ. 23 നിസ്കരിപ്പിച്ചിട്ടേ വിടുള്ളൂ നിങ്ങളെ, അള്ളാന്റെ തൗഫീഖോട് കൂടെ. മൈക്കെടുക്ക്. സ്നേഹന്മാര്, അത് ഇശാക്ക് ശേഷമുള്ള 2 റകഅത്ത് കൂട്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 2 റകഅത്ത് സുന്നത്തും കൂടി കൂട്ടിയിട്ട്, അല്ലാതുള്ള നമസ്കാരം അല്ല അത്. അത് പിന്നെ അല്ല, അപ്പൊ അത് രാത്രിയിലല്ലേ, അത് പകലിലാന്നുണ്ടല്ലേ? 11 റകഅത്തേ നിക്കരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പൊ 11 നിക്കരിച്ചിട്ടുള്ളൂ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് രാത്രിയില്? ഇപ്പൊ ഇശാന്റെ സുന്നത്ത് വേറെ ഉണ്ടാ? അത് ശരി, ഇതൊക്കെ എന്തോരു കഷ്ടാണിത്. നബി രാത്രിയിൽ 11 റകഅത്തേ സുന്നത്ത് നിക്കരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ മൗലവിമാർ ഇപ്പൊ പറയാ അത് 13 ഉണ്ട്, അത് ഇശാന്റെ സുന്നത്ത് വേറെയാണ്. നിങ്ങൾക്ക് ഇത് ആ ഹദീസിലുണ്ടോ? ഇശാന്റെ സുന്നത്താണ് ആ ഹദീസിലുണ്ടോ? നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് കിട്ടിയത്? എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഇശ 4 കൂട്ടിയിട്ട് പരിഹസിച്ചോളൂന്നോ? അല്ല, ഇശ 4 കൂട്ടിയാല് 11 4 15 വരിക. ഇശ 4 കൂട്ടിയാല് ഈ 11 4 15 വരിക. നിങ്ങൾ എവിടുന്നാ വരുന്നത്? നല്ല സൂപ്പർ പൊട്ടത്തരാണ് കേട്ടോ ഇപ്പൊ വരുന്നതൊക്കെ. ബടാ പൊട്ടത്തരാണ്. കണ്ടില്ലേ മുജാഹിദ് മൗലവിമാരുടെ ഒരു അവസ്ഥയാണിത്. കാരണം ഹദീസ് സഹീഹുൽ ബുഖാരി അങ്ങ് പോയി 13 റകഅത്ത് നിസ്കരിച്ചു നബി തങ്ങള്. ആയിഷ ബീവി പറഞ്ഞതോ 11 റകഅത്ത്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നബി എത്ര ദിവസം നിസ്കരിച്ചിരുന്നു? നോക്കാരോ, ഒന്ന് ആലോചിച്ച് നോക്കുക.
നബി എത്ര ദിവസം നിസ്കരിച്ചിരുന്നു? ഈ നിസ്കാരം എത്ര ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചത്? എത്ര ദിവസമാണ് നിസ്കരിച്ചത്? ഒന്ന് അടിച്ചാട്ടോ സുഹൃത്തുക്കളെ. ആ 23 ഞങ്ങൾ തെളിവ് തരാം. പക്ഷെ ആദ്യം ഈ 11 പച്ച നുണയാണെന്നും അത് 13 എത്തിയിട്ടുണ്ട് എന്നും പറയുന്നത് നിങ്ങൾ തീർത്ത് പറയും. 11 എന്നത് മുജാഹിദീങ്ങള് പടച്ചുണ്ടാക്കിയ പച്ച കള്ളമാണ്. അള്ളാന്റെ റസൂലിന്റെ പേര്, നബി തങ്ങളുടെ പേരിൽ മുജാഹിദ് എന്ന വഹാബി ആശയക്കാര് പടച്ചുണ്ടാക്കിയ പച്ച നുണയാണ്. ആ 11 13 ഉണ്ട് എന്ന് പറ. ബുഖാരിയിലാ കാണിച്ചു തന്നത്. ബുഖാരിയിലെ ഹദീസ് നമ്പർ ഞാൻ പറഞ്ഞത് 666 ഹദീസ് നമ്പർ 666. ആ ഹദീസ് നമ്പറിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്നു 13 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട് ബുഖാരി തന്നെ. സഹീഹ് മുസ്ലിം 1824 നമ്പർ ഹദീസ്. അതുപോലെ തന്നെ വീണ്ടും ഹദീസ് പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് തന്നെ വീണ്ടും ഹദീസ് ചെയ്യുന്നത് കാണാം, ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം. കേട്ടോ ഇതാ സഹീഹുൽ ബുഖാരി അബുബാബു തഖ്സീരി സ്വലാത്തി ബാബു കൈഫ കാന സ്വലാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കം കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈലി. കേട്ടോ, നബി തങ്ങൾ രാത്രിയിൽ എത്ര റക്അത്തായിരുന്നു നിസ്കരിച്ചത് എന്നത് വിവരിക്കാൻ വേണ്ടി മാത്രം ഉദ്ധരിച്ച ഒരു ബാബ്. ആ ബാബിൽ തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 13 റക്അ യഅനി ബില്ലൈൽ രാത്രിയിൽ 13 റക്അത്ത് നിസ്കരിച്ചിരുന്നു. സഹീഹുൽ ബുഖാരി മനസ്സിലായോ? പഠിച്ചു വെക്കണം നിങ്ങള്. ഇതൊന്നും ഉദ്ധരിക്കാണ്ട് ഇതൊന്നും പഠിക്കാണ്ട് മൗലവിമാര് 11 എന്നൊരു ഹദീസും കിട്ടി, ആ ഹദീസേ ഉള്ളൂന്ന് വിചാരിച്ചാണ് നടന്നു. അതുകൊണ്ട് മൗലവിമാര് പെട്ടുപോയി. 11 13 നിങ്ങളോട് ആരെ പറഞ്ഞത് ഇശാഇന്റെ സുന്നത്താണ്? അത് നിങ്ങൾക്ക് ഹദീസിൽ നിന്ന് കിട്ടിയോ എങ്കിൽ പറയും. ആ ഹദീസ് നിങ്ങൾക്ക് കിട്ടിയോ നിങ്ങൾ പറയണം, ഉദ്ധരിക്കണം. ആ ഹദീസിൽ അങ്ങനെ അത് ഇശാഇന്റെ സുന്നത്തും കൂടെ കൂട്ടിയിട്ടാണ് നിങ്ങളോട് ആരെ പറഞ്ഞു? അങ്ങനെ ഹദീസിലുണ്ടോ? അതോ ഇമാമിങ്ങൾ പറഞ്ഞോ? ഇമാമിങ്ങൾ പറഞ്ഞതാണെങ്കിൽ ചർച്ച വേറൊരു വഴിക്ക് നീങ്ങണം. അല്ല, ഹദീസിലുണ്ടെങ്കിൽ അത് ഉദ്ധരിക്കുക. വേഗം മൈക്കെടുക്കുക. അപ്പോൾ ഇതുവരെ ഉസ്താദിന് ബുഖാരിയിൽ നിന്ന് 23 നിസ്കരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഹദീസ് ഇവിടെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഉസ്താദ് ഇവിടെ പറഞ്ഞത് ഞാൻ പറഞ്ഞു 1147 ഹദീസ്, അതുപോലെ ഇവിടെ പേസ്റ്റ് ചെയ്തിരുന്ന 228 ഹദീസ്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിൽ നമസ്കരിച്ചായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തതാണ്. 11 കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്ന്. അവിടെ ഉദ്ദേശിക്കുന്നത് ഇഷാക്ക് ശേഷമുള്ള ഇഷാ നമസ്കാരത്തിന് ശേഷമുള്ള, അതായത് ഇഷായുടെ സുന്നത്തിനു ശേഷമുള്ളതാണ് ആ 11. അതിൽ മറ്റുള്ളത് അതിൽ കൂട്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഉസ്താദിന് അത് പണ്ഡിതന്മാർ അതിനെ യോജിപ്പിച്ച് തന്നിട്ടുള്ളതായിട്ടുള്ളത് റിപ്പോർട്ടുകൾ വേണമെങ്കിൽ ഞാൻ ഉസ്താദിന് തരാവുന്നതാണ്. റിപ്പോർട്ടുകൾ വേണമെങ്കിൽ ഞാൻ ഉസ്താദിന് തരാവുന്നതാണ്. അതെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്. 1758 നമ്പർ സഹീഹ് മുസ്ലിം. കേട്ടോ, അതേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, അൻ അബി സലമ സഅൽതു ആയിഷത അൻ സലാത്തി റസൂലില്ലാഹ് ഫഖാലത് കാന യുസല്ലി 10 റക്അ عشر ركعة يصلي 8 ركعة ثم يوتر ثم يصلي ركعة ثم يصلي ركعتين من صلاة الصبح. എത്രയാണ്? 13 റക്അ. കാന യുസല്ലി 13 റക്അ. ആയിഷ ബീവി 13 റക്അത്താണ്. 1758 നമ്പർ ഹദീസ് സഹീഹ് മുസ്ലിം. അപ്പോഴോ മുജാഹിദെ ഈ ഹദീസും നിങ്ങൾക്ക് സ്വീകാര്യമല്ലേ? അത് ശരി, നിങ്ങൾക്ക് 11 നിന്നുള്ള ഒറ്റ ഹദീസ് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. എന്ത് പറ്റി? അതേ ആയിഷ ബീബി 13 എന്ന് പറഞ്ഞാൽ അത് പറ്റൂല. അത് ആയിഷ ബീബി പറഞ്ഞല്ലേ. മറ്റേതോ എന്തേ 11 മേലെ ഒതുക്കിപ്പോയി നിങ്ങള്? 13 ഹദീസ് കിട്ടിയാൽ അത് സ്വീകരിക്കണ്ടേ? അത് ഞങ്ങൾ സ്വീകരിക്കൂല. അവിടെ ഞങ്ങൾ ന്യായം പറയും. ഞങ്ങളെ വകയായിട്ട് ഞങ്ങൾ പിന്നെ വിശദീകരിക്കും. അവിടെ അത് മറ്റേ 2 ഈ 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വിശദീകരിക്കും.
ഇതൊക്കെ ഇങ്ങക്ക് ആരാ വിശദീകരിച്ചു തന്നത്? റസൂലുള്ള വിശദീകരിച്ചോ? പറയ്, റസൂലുള്ള വിശദീകരിച്ചിട്ടുണ്ടോ? എന്ത് മണ്ടത്തരങ്ങൾ പറഞ്ഞു? നിങ്ങളെ തോന്നിയാസം നിങ്ങളെ വക വിശദീകരിക്കണ്ട, ഹദീസിലുണ്ടെങ്കിൽ പറ. 11 റക്അത്തെ നിസ്കരിക്കാൻ പാടുള്ളൂ, അതിന് അപ്പുറം കൂട്ടിയാൽ ബിദ്അത്താണെന്നല്ലേ മുജാഹിദേ നിന്റെ വാദം? ഞാൻ മൻഹജിനല്ലോ പറയുന്നത്. എന്റെ ശബ്ദം ഒരുപാട് മുജാഹിദീങ്ങൾ കേൾക്കുന്നുണ്ട്. മൻഹജ് ദേഷ്യം പിടിക്കണ്ട, മൻഹജിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കും വേണ്ട. മുജാഹിദേ, നീ പറയുന്നത് 11 കൂടുതൽ നിസ്കരിച്ചാൽ ബിദ്അത്താണെന്നാണ്. ആയിഷ ബീവി പറയുന്നു അള്ളാന്റെ റസൂല് 13 നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാഷയിൽ നബി തങ്ങള് കടുത്ത ബിദ്അത്തുകാരനായി പോയില്ലേ? എന്താ മുജാഹിദേ ഇങ്ങനെ? എന്തേ മുജാഹിദേ ഇങ്ങനെ? ഇങ്ങക്കൊറ്റ ഹദീസല്ലേ കിട്ടിയത്? ഞാനൊരു 36 ഹദീസ് പറഞ്ഞുതരാ. ഞാനൊരു 36 11 കൂട്ടി എന്നുള്ളതിനൊരു 36 ഹദീസ് ഞാൻ ഇവിടുന്ന് ഉദ്ധരിച്ചു തരാ. അപ്പോഴോ അതും സഹീഹുൽ ബുഖാരി മുസ്ലിമിന്ന്, ആ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന്. അപ്പോഴോ നിങ്ങൾ സ്വീകരിക്കൂല. കാരണം നിങ്ങൾ പിശാചിന്റെ പാർട്ടിയാ. നിങ്ങൾക്ക് ഒറ്റ ഹദീസിന്റെ മുറിയും മുക്കും പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇല്ലാത്ത ദുർവ്യാഖ്യാനങ്ങൾ നടത്തുക. 11 റക്അത്ത് നിസ്കരിച്ചു എന്നുള്ളൊരു തറാവീഹെന്നില്ല, രാത്രിയെന്നില്ല, പകലെന്നില്ല, സുന്നത്തെന്നില്ല, ഒന്നുമില്ല. ആകെ ഒരു മാസത്തിലുള്ള നിക്കാരം നബി തങ്ങൾ 11 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് ആ ഹദീസിൽ നിന്ന് കിട്ടുള്ളൂ. എന്നാലോ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചത് 13 റക്അത്താണെന്ന് ഹദീസിൽ വന്നിട്ടും ഉണ്ട്. അത് സ്വീകരിക്കുവോ? മറ്റേ തള്ളിയിട്ട് അതും ചെയ്യൂല. ഇതാണ് മുജാഹിദിസം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. രാത്രിയാണല്ലോ ഉറങ്ങുമ്പോൾ എന്തുകൊണ്ട് ഉറങ്ങുന്നു വിത്ർ നമസ്കരിക്കാതെ എന്നുകൂടി ചോദിക്കുന്നത്. അപ്പൊ അത് രാത്രി നമസ്കാരമാണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധിയൊന്നും വേണ്ടല്ലോ. പിന്നെ ഇവിടെ ഉസ്താദ് പറഞ്ഞ മുസ്ലിമിലെ ഹദീസ് ഉദ്ധരിച്ചതിൽ ഒന്നും കൂടി ഒന്ന് നമ്പർ പറയാമോ? ഹദീസ് നമ്പർ ഒന്ന്, സഹീഹ് മുസ്ലിമിലെ ഇപ്പൊ പറഞ്ഞ ഹദീസ്. നമ്പർ ഒന്ന് അല്ല, സഹീഹ് മുസ്ലിമിലെ ഇപ്പൊ പറഞ്ഞ ഹദീസ് അല്ല. മുജ്തഹിദീങ്ങൾ ഈ ഹദീസൊന്നും കണ്ടിട്ടില്ലേ? നല്ല രസം. ആകെ കണ്ട് മാക്കാനെഴുതിയതു ഒറ്റ ഹദീസ. ഈ ഹദീസൊന്നും കാണാത്തതാ ഇങ്ങനെ കുഴപ്പം. 1758 നമ്പർ ഹദീസ് സഹീഹ് മുസ്ലിം 1. പിന്നെ 1840 നമ്പർ ഹദീസ്. അതിന്റെ ബാബ് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. സലാത്തുൽ മുസാഫിരീൻ ബാബു ദുആഇ ഫീ സലാത്തിൽ ലൈലി വഖിയാമിഹി എന്ന ബാബിൽ ആണ് ഉള്ളത്, 1840. ഇനി അതേപോലെ തന്നെ സഹീഹ് മുസ്ലിം ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഏത് ബാബിലും കിതാബുൽ മുസാഫിരീൻ ബാബു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വദുആഇഹി ബില്ലൈൽ എന്താ ആ ബാബില്. അതിനാണ് ബാബ് ഞാൻ പറയുന്നത്. എന്റെ അടുത്തുള്ള PDF ആയതുകൊണ്ടാണ് ഞാൻ ബാബ് പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. സഹീഹ് മുസ്ലിം ശരിക്കും ശ്രദ്ധിച്ചോളൂ. സഹീഹ് മുസ്ലിം 1824 നമ്പർ. ഇങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ കാണാം. 11 കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മൗലവിമാരുടെ നെഞ്ഞത്തേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്ക് 13ന്റെ ഹദീസ്. ഇനി എന്താ വേണ്ടത് മുജാഹിദേ? അപ്പൊ 13 നിസ്കരിക്കാനോ? സഹീഹുൽ ബുഖാരിന്റെ ഹദീസല്ലേ ഉള്ളത്. ഇനി എന്താ വേണ്ടത്? ഞാൻ മൈക്ക് വിട്ട്. ഉസ്താദ് പറഞ്ഞ ഹദീസ് ഒന്ന് പൂർണ്ണമായി വായിച്ചൊന്നും കൂടി പറയാമോ? അതിന്റെ അർത്ഥം ഹദീസ് ഒന്ന് പൂർണ്ണമായി വായിച്ചൊന്നും കൂടി പറയാമോ? അതിന്റെ അർത്ഥം കേട്ടോളൂ. ബിത്തു ഇൻദ ഖാലത്തി മൈമൂന വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദഹാ തിൽക്കൽ ലൈല ഫതവല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم قام يصلي ركعتين فقمت عن يساره فأخذني فجعلني عن يمينه فصلى في تلك الليلة 13 ركعة. എന്താ പറഞ്ഞത്? ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാ, ബിത്തോ ഞാൻ രാത്രി താമസിച്ചു. ബിത്തോ ഞാൻ രാത്രി താമസിച്ചു. ബാത്ത എന്ന് പറഞ്ഞാല് അൽ മബീത്ത്. മിനായിൽ മബീത്ത് എന്നാ പറയാ രാപ്പാർക്കുന്നതിന്. മബീത്ത് ബാത്ത ബീത്തു രാത്രി തങ്ങുക എന്നാണ് ബാത്തന്റെ അർത്ഥം. അപ്പോരെ ബിത്തോ ഞാൻ രാത്രി താമസിച്ചു. ഖാലത്തി എന്റെ എളാമാന്റെ അടുക്കൽ അഥവാ മൈമൂന ബീവിയുടെ അടുക്കൽ.
രാത്രി താമസിച്ചു. റസൂലുള്ള നബി തങ്ങൾ ഇന്ദഹ മഹദിയുടെ അടുക്കൽ ആയിരുന്നു തിൽക്കല്ലൈല ആ രാത്രി. ഫതവല്ലഅ നബി ഒളൂർത്തു. സുമ്മ ഖാമ പിന്നെ എഴുന്നേറ്റു. യുസല്ലി നിസ്കരിച്ചു റകഅത്തൈനി 2 റകഅത്ത്. ഫഖുംതു ഞാനും എഴുന്നേറ്റു. അൻ യസാരി ഇടത്തെ ഭാഗത്ത് പോയി നിന്നു. ഫഅഖദനി എന്നെ പിടിച്ചു. വജഅലനി അൻ യമീനിഹി വലത്തെ ഭാഗത്തേക്കാക്കി നബി തങ്ങൾ. ഫസല്ല നബി തങ്ങൾ നിസ്കരിച്ചു. ഫീ തിൽക്കല്ലൈല ആ രാത്രിയിൽ 13 റകഅ 13 റകഅത്ത് നബി തങ്ങൾ ആ രാത്രിയിൽ നിസ്കരിച്ചു. അതിന് ഞാൻ ദൃക്സാക്ഷിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇത് സഹീഹുൽ ബുഖാരി 1824 നമ്പർ. സഹീഹുൽ ബുഖാരി 666 നമ്പർ. 666 നമ്പർ ഹദീസ് സഹീഹുൽ ബുഖാരി. ഞാൻ മൈക്ക് വിട്ടു. മൻഹജ് മൈക്ക് എടുത്തോളൂ. ഇവിടെ ഈ രണ്ട് റകഅത്ത് അത് ഏതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാരെന്താ വിശദീകരിച്ചത് അതിനെ കുറിച്ചിട്ട്? പണ്ഡിതന്മാരെന്താ വിശദീകരിച്ചത് അതിനെ കുറിച്ചിട്ട്? അവിടെ പിടിക്ക് 11 റകഅത്തിന്. അവിടെ പിടിക്ക് നിങ്ങളാ പറഞ്ഞ 11 റകഅത്തുണ്ടല്ലോ മാക്കാനെ ചെയ്തു. ആ 11 റകഅത്തിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? അത് ശരി, ഇങ്ങനെ കൊടുക്കുമ്പോ പണ്ഡിതം വരണോ അല്ലേ? ഇങ്ങനെ കൊടുക്കുമ്പോ പണ്ഡിതം വരണോ അല്ലേ? നിങ്ങളാ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ മാക്കാനെ ചെയ്തു, അത് വിശദീകരിച്ച് ഇമാം നബവി തങ്ങള് ശർഹുൽ മുഹദ്ദബ് പറഞ്ഞ എന്താ അറിയോ? പഠിച്ചു വെച്ചോ ശർഹുൽ മുഹദ്ദബിൽ ഹാദാ വിത്റു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ വിത്ർ നിസ്കാരമാണ് തറാവി അല്ല, തറാവി 20 കണ്ടോ? പണ്ഡിതൻ പറഞ്ഞ സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കുക എല്ലായിടത്തും. അല്ല ഇങ്ങക്ക് തോന്നിയെടുത്ത് മുഴുവൻ പണ്ഡിതൻ, ഇങ്ങനെ കൊടുങ്ങുന്നിടത്ത് പണ്ഡിതൻ, അല്ലാത്തടുത്ത് ഇങ്ങനെ താന്തോന്നിച്ചോ അത് നടക്കൂല. ഒന്നിരിക്ക പണ്ഡിതനെ വിട്, നമ്മളെ സൗകര്യം. അതല്ല ഖുർആൻ ഹദീസാണെങ്കിൽ അങ്ങനെ, അല്ല പണ്ഡിതനാണെങ്കിൽ അങ്ങനെ. എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. മൂപ്പരെ കൊടുക്കുമ്പോ ഇങ്ങനെ പണ്ഡിതമാണ് പോയി. ഇപ്പൊ നബവി ഇമാമ് വേണോ? ഇപ്പൊ ഇബ്നു ഹജർ അസ്ഖലാനി വേണോ? എന്തോ ഒരു കൊശു. അതുകൊണ്ട് 11 വിശദീകരിച്ച പണ്ഡിതന്മാര് വിത്റാന്നാ പറഞ്ഞത്. അത് നിങ്ങൾ അംഗീകരിച്ചാൽ ഇവിടെയും പണ്ഡിതനെ ചർച്ച ചെയ്യാ. അല്ല അത് നിങ്ങൾ അംഗീകരിക്കണില്ലെങ്കിൽ പണ്ഡിതനെ ഇവിടെ ഒഴിവാക്കിക്കോളൂ, ഹദീസ് ചർച്ച ചെയ്യും. ഞാൻ മൈക്ക് വിട്ട്. എന്ത് പറ്റി മൻഹജ്? എന്ത് പറ്റി? വെടി തീർന്ന? അല്ല വെടി തീർന്ന? കുട്ടിന്റെ വെടി തീരാനായി എന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ട്. കാരണം എന്താ അറിയോ? ഇപ്പൊ 13 വന്നു. ഇത് സലാം സുല്ലമി കണ്ടിട്ടില്ല, കാണാഞ്ഞിട്ടല്ലോ. സലാം സുല്ലമി ഹദീസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഉപ്പ പറഞ്ഞതിന്റെ വല്യാപ്പാട് പറഞ്ഞതിന്റെ എതിരിൽ ഇപ്പൊ എങ്ങനെയാ പറയാ? ഇതാണ് ഓല കുഴപ്പോ. കണ്ടാ, വല്യാപ്പാട് പറഞ്ഞതിനെതിരെ ഇപ്പൊ എന്താ പറയുക? ഹദീസ് തൽക്കാലം മോഷ്ടിക്കുക. ഇതാണ് മുജാഹിദിന്റെ ശൈലി. അതുകൊണ്ട് എന്റെ കുട്ടിയെ 11 കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. 13 നിസ്കരിച്ചതിന് രേഖ സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, സഹീഹ് ഇബ്നു ഹിബ്ബാൻ, സഹീഹ് ഇബ്നു ഖുസൈമ, അനവധി ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 11 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന വാദം പൊളിഞ്ഞു. ഞാൻ മൈക്ക് വിട്ടു. ആ വാദം പൊളിഞ്ഞു എന്ന് പറയുമ്പോൾ ഒന്ന് ആയിഷ ബീവിയിലേക്കും രണ്ടാമത് സഹീഹുൽ ബുഖാരിയിലേക്കുമാണ് ആ പോകുന്നത്. രണ്ടാമത് അതിന് യഥാർത്ഥ രൂപം ഒന്നുമില്ല സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തോ അല്ലെങ്കിൽ ഇശാക്ക് ശേഷമുള്ള 2 റക്അത്തോ കൂട്ടി പറഞ്ഞതാവാനേ അവിടെ സാധ്യതയുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ വൈരുദ്ധ്യം വരുന്നില്ല. ഇവിടെ ഇത് വിത്റാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഉസ്താദിന് അപ്പൊ അങ്ങനെ ഉസ്താദ് ഇവിടെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇത് 11 ആണെങ്കിൽ 31 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ നമസ്കരിച്ചതായിട്ട് ഉസ്താദിന് ഇവിടെ സ്ഥാപിക്കേണ്ടി വരികയും ചെയ്യും. തറാവീഹ് 20ഉം 11 വിത്റും നമസ്കരിച്ചതായിട്ട് ഉസ്താദിന് ഇവിടെ സ്ഥാപിക്കേണ്ടി വരികയും ചെയ്യും. അതൊന്ന് തെളിയിക്കാൻ കഴിയുമോ? നമസ്കരിച്ച
നിസ്കരിച്ചതായിട്ട് ഉസ്താദിനോട് സ്ഥാപിക്കേണ്ടി വരികയും ചെയ്യും. തെളിയിക്കാൻ കഴിയുമോ? അതെല്ലാം നമുക്ക് തെളിയിക്കാം. അമ്മാതിരിയെല്ലാം നമുക്ക് തെളിയിക്കാം. 31-63 എല്ലാം നമുക്ക് തെളിയിക്കാം. അതൊക്കെ അവിടെ ഇക്കട്ടെ, അപ്പോട്ടീസൊക്കെ അവിടെ ഇക്കട്ടെ. അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പഠിച്ചിട്ട് ഈ പണിക്കണേ, പഠിച്ചിട്ടാണ് ഞങ്ങൾ ഈ പണിക്കണേ. ഇപ്പൊ നിങ്ങൾക്ക് 11-നെക്കാളും കൂടുതൽ നിക്കരിച്ചു എന്ന് തിരിഞ്ഞോ? അപ്പൊ പിന്നെ മൂപ്പര് പറയാ അത് ബുഖാരിയിലേക്കാണ് മടങ്ങുന്നത്, ആയിഷ ബീവിയിലേക്ക്. അത് പറഞ്ഞ ആയിഷ ബീവി നിങ്ങൾ പറഞ്ഞ മണ്ടത്തരം പറഞ്ഞിട്ടില്ല. ആയിഷ ബീവി പറഞ്ഞ എന്താന്ന് ആയിഷ ബീവിക്കും അറിയാ, ഇമാം ബുഖാരി കൊണ്ടുവന്ന എന്തിനാന്ന് ഇമാം ബുഖാരിക്കും അറിയാ. ഇത് രണ്ടും ഇങ്ങൾക്ക് തിരിഞ്ഞില്ല. അതെ, ആയിഷ ബീവിനോട് ആ സഹാബി ഏത് നിക്കാരത്തെ കുറിച്ചാണ് ചോദിച്ചതെന്ന് ആയിഷ ബീവിക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് ആയിഷ ബീവി പറഞ്ഞത് ഏത് നിക്കാരത്തെ കുറിച്ചാണ് സഹാബിക്കും നല്ല ബോധമുണ്ട്. അവർക്കാർക്കും ഇപ്രശ്നം ഉണ്ടായിട്ടില്ല. കേൾക്കണമെങ്കില് അവർക്കാർക്കും ഇപ്രശ്നം ഉണ്ടായിട്ടില്ല. ശരി, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഇമാം ബുഖാരിക്കാ. പിന്നെ ഇമാം ബുഖാരി ശേഷം തന്നെ 13 കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇമാം ബുഖാരിക്കും അറിയാം നേരത്തെ പറഞ്ഞ 11 എന്താന്നും ഇപ്പൊ പറയുന്ന 13 എന്താന്നും അവർക്ക് നല്ല ബോധമുണ്ട്. എതിരഭിപ്രായം വൈരുദ്ധ്യമൊന്നും അതിലില്ല. ഇത് നിങ്ങൾക്ക് തിരിയാത്തതാണ് നിങ്ങളെ വൈരുദ്ധ്യം. നിങ്ങൾ വിചാരിച്ച് അത് തറാവിയാണ്. അപ്പൊ പിന്നെ ഇതേതാ? ഇതാകെ കുടുങ്ങി. കാരണം രണ്ടും പറയുന്നില്ല ഏത് നിക്കാരാണ് ഈ രണ്ടെണ്ണത്തിലും ഇല്ല. മറിച്ച് നിങ്ങളെ തോന്നിയാസ പ്രകാരമായിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയതാ ഹദീസ്. ഖുർആനിലേക്കും ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞില്ലോ സുഹൃത്തുക്കളെ. ഖുർആനിലേക്കും ഹദീസിലേക്കും പോയി മുജാഹിദ് 8, 3, 11 മാറ്റിയപ്പോ എന്തേ നടന്നു? 11 എന്നുള്ളതിന് കൊണ്ടുവന്ന ഹദീസ് അതിന് രേഖയല്ല. കാരണം ഒരു മാസം നബി തങ്ങൾ 11-നെക്കാളും കൂട്ടിയിട്ടില്ല എന്നേ ഹദീസിൽ നിന്ന് കിട്ടൂ എന്ന് വന്നപ്പോ മുജാഹിദ് പ്ലേറ്റ് മാറ്റി, ബാബും വരേക്ക് പോയി. അപ്പൊ ആ ബാബ് കൊണ്ടാണ് ഇമാം ബുഖാരി തങ്ങൾ തന്നെ 13 റക്അത്ത് നിസ്കരിച്ചു എന്ന ഹദീസും കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോ മൂപ്പര ദുർവ്യാഖ്യാന പിന്നുള്ളത്. അല്ലാണ്ട് ഖുർആാനൊന്നും ഹദീസൊന്നും രേഖയില്ല. ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? നിങ്ങളെ 11-ന് രേഖയില്ല എന്ന് എന്തായാലും ഉറപ്പായി അല്ലേ? ഇനിയും ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോകണം എനിക്ക് അഭിപ്രായമില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വിഷയം ബോധ്യപ്പെട്ടില്ലേ? ഞാന് മൻഹജിനല്ല ഉദ്ദേശിക്കുന്നത്. മൻഹജ് ഇവിടെ എന്ത് ചെയ്യൂല അറിയോ? അതൊക്കെ ഞങ്ങൾ തെളിയിച്ചു തരാം. 11 എന്തായാലും രേഖയില്ല. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? തറാവീഹ് 8, 3, 11 എന്നുള്ളതിന് ഒരു രേഖയില്ല. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? അതിങ്ങൾ പറയും. പിന്നെ എന്നിട്ട് ചോദിക്കും 23-ന് എന്താ രേഖ എന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. 11, 8, 3, 11 എന്തായാലും തെളിവില്ല. സഹീഹുൽ ബുഖാരിയിലും ഇല്ല, മുസ്ലിമിലും ഇല്ല, ഒറ്റ ഹദീസിലും ഇല്ല 8, 3, 11 എന്നുള്ളതിന്. ഇൻഷാ അല്ലാഹ് വാടാനപ്പള്ളി ഉസ്താദ് മൈക്കിലേക്ക് വന്നിരുന്നു. ഉസ്താദ് മൈക്ക് എടുത്തോളൂ. അതിനുശേഷം ഞാൻ മൈക്ക് എടുക്കാൻ എനിക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഇപ്പൊ ഏതായാലും കാര്യങ്ങളൊക്കെ ഒന്ന് കറങ്ങി തെളിഞ്ഞല്ലോ അല്ലേ? ഇനിയിപ്പോ ആകെ കൂടി കിട്ടാനുള്ളത് ഒരു സംശയമാണ് മൻഹജ് സലഫിന് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 11, 20 പിന്നെ 31 റക്അത്ത് നിസ്കരിച്ചെന്ന് തെളിവുണ്ടോ? അല്ലെങ്കിൽ പിന്നെ 23 പിന്നെ 2 പിന്നെ ഇശാന്റെ ശേഷമുള്ള 2, 24, 23, 2, 25 നിസ്കരിച്ചെന്ന് തെളിവുണ്ടോ? അങ്ങനെ 20-നെ കൂട്ടിയിട്ടുള്ള തെളിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ചുരുക്കത്തിൽ. അപ്പോ ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പായി, 11 എന്ന് പറഞ്ഞത് വിത്റിനെ കുറിച്ചാണെന്നും ആള് പോയില്ലേ? ആള് പോയി, അൽഹംദുലില്ലാ. എന്തായാലും ആള് കൊണ്ടുവന്നതെല്ലാം തീർന്നിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. പിന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അതെല്ലാം ഇവിടെ കലങ്ങിപ്പോയിന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. കാരണം ആദ്യമേ മക്കാന യസീദു എന്ന ഹദീസ് പിടിച്ചിട്ട് 11 റക്അത്ത് മാത്രമേ നിസ്കരിച്ചിട്ടുള്ളൂ. അത് 8 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റും പഴകിയ വഹാബിവാദാണ്. വഹാബികൾ പിന്നെ അതിൽ നിന്ന് മാറി പിന്നെ തറാവീഹ് എന്നിട്ട് നിസ്കാരമേ ഇല്ല എന്ന അവസ്ഥയിലാണുള്ളത്. യഥാർത്ഥത്തില് തറാവീഹ് നിസ്കാരം
അത് പ്രത്യേക സുന്നത്താണെന്ന് പറയാത്ത ഇമാമിങ്ങൾ ആരുമില്ല. മുൻകഴിഞ്ഞ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിന് റമദാനിലുള്ള പ്രത്യേക നിസ്കാരമാണ് തറാവീഹ്. ആ തറാവീഹിന് പരാമർശിക്കാത്ത 20 റക്അത്താണ്. 7 റക്അത്തിൽ കുറഞ്ഞതായിട്ട് തറാവീഹ് എന്നുള്ള നിസ്കാരം ഒരൊറ്റ ഇമാമിങ്ങളും പറയുന്നില്ല, പരിചയപ്പെടുത്തുന്നില്ല. പിന്നെ ഇമാമിങ്ങളൊക്കെ അവരുടെ കിതാബുകളിൽ ധാരാളം പറയുന്നുണ്ടെന്ന്. ചില സ്ഥലത്ത് പിന്നെ 11 റക്അത്ത് നിസ്കരിച്ചതിനെ കുറിച്ചും, ചില സ്ഥലത്ത് 21 എന്ന് പറഞ്ഞതിനെ കുറിച്ചും, വേറെ ചില സ്ഥലത്ത് 13 പറഞ്ഞതിനെ കുറിച്ചും, ചില സ്ഥലത്ത് 36 റക്അത്ത് നിസ്കരിച്ചായിട്ട് പറയുന്നു, 39 റക്അത്ത് നിസ്കരിച്ചായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത റക്അത്തുകൾ പറഞ്ഞതിനെ കുറിച്ച് എല്ലാം ഇമാമിങ്ങൾ പറഞ്ഞത് ചില ദിവസങ്ങളിൽ റമദാനിൽ അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. റമദാനിൽ വിത്ർ കൂടുതൽ നിസ്കരിക്കാറില്ല, 11 വിത്ർ നിസ്കരിക്കലുള്ളൂ. റമദാൻ പ്രത്യേകം പ്രതിഫലം കിട്ടുന്ന മാസമാണെന്ന് കരുതിയിട്ട് ആ മാസത്തിൽ വിത്ർ എണ്ണം കൂട്ടി നിസ്കരിക്കാറുണ്ടോ? ഇല്ല. വിത്ർ എത്ര തന്നെ നിസ്കരിക്കാറുള്ളൂ? വിത്ർ 11 തന്നെ നിസ്കരിക്കാറുള്ളൂ എന്നാണ് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നത്. റമദാനിലും റമദാൻ അല്ലാത്ത കാലഘട്ടത്തിലും വിത്ർ നിസ്കാരം എത്രയേക്കാൾ കൂടുതലില്ല, 11 കൂടുതലാക്കാറില്ല. വിത്ർ നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരം കൂടി വന്നാൽ എത്രയുള്ളൂ? 11 ഉള്ളൂ. അതാണ് മാക്കാന യസീദ് പറയുന്നത്. വിത്ർ നിസ്കാരം കൂടിയാൽ 11 ആണ്. അപ്പൊ പിന്നെ തറാവീഹോ? ആ തറാവീഹിനെ കുറിച്ചല്ലായിരുന്നു ചോദ്യം. തറാവീഹിനെ കുറിച്ച് വളരെ വ്യക്തമാണ്. സഹാബത്തുക്കൊക്കെ ഇജ്മാ ഏകോപിച്ച വിഷയമാണ്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വഹാബികളെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി 20 റക്അത്ത് തറാവീഹ് നിസ്കാരം നടപ്പിലാക്കിയപ്പോ ഇതിൽ ആർക്കെങ്കിലും ഒരു സഹാബിക്കെങ്കിലും ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതിനേക്കാൾ കൂടുതലാണല്ലോ ഇത്. ഒരൊറ്റ ആൾക്കും അഭിപ്രായ വ്യത്യാസമില്ല, എല്ലാവരും അതിനെ അംഗീകരിച്ചു. അപ്പോ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നിസ്കരിച്ചിട്ടുള്ളത് 20 റക്അത്താണ് എന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. സഹാബാക്കളുടെ ഇജ്മാഅ് അത് 20 റക്അത്തിന്റെ മേലാണ് എന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ വിത്റിനെ കുറിച്ചാണെങ്കിൽ അത് 11 കൂടുതലാക്കിയിട്ടുമില്ല. എന്നാൽ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചപ്പോ ഇമാമായിട്ട് നിസ്കരിക്കുന്ന ആള് ലഘുവാക്കുക എന്ന നിലക്ക് 3 റക്അത്തിന്റെ മേൽ വിത്ർ ചുരുക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് 23 റക്അത്ത് നിസ്കരിച്ചത്. തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ കൂടെ വേണമെങ്കിൽ വിത്ർ 11 നിസ്കരിച്ച് 31 ആക്കാം. എന്നാൽ അദ്നൽ കമാൽ, പരിപൂർണതയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ്? ഒരു പരിപൂർണത എന്ന് പറയുന്നതിന്റെ ഏറ്റവും ചുരുങ്ങിയ റക്അത്ത് 3 ആ 3 ചുരുക്കി 23 റക്അത്ത് ആണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നെ തമീം ദാരി റളിയല്ലാഹു അൻഹുയും അതുപോലെ തന്നെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇമാമാക്കി മദീനത്തെ പള്ളിയിൽ 23 റക്അത്ത് നിസ്കരിച്ചത്. അപ്പോൾ വളരെ വ്യക്തമാണ്, റമദാനിലും റമദാൻ അല്ലാത്ത കാലഘട്ടത്തിലും വിത്ർ നിസ്കാരം 11 റക്അത്താണ്, തറാവീഹ് 20 റക്അത്താണ്. തറാവീഹ് 20നേക്കാൾ കുറഞ്ഞൊരു രൂപമേ ഇല്ല. ഇനി റമദാനിൽ തന്നെ ദീർഘമായി ഓതി സൂറത്തുൽ ബഖറയും അതുപോലെ തന്നെ ആല ഇമ്രാനും സൂറത്തുൽ നിസാഉം മാഇദയും ഒക്കെ ഓതിയിട്ട് നിസ്കരിക്കുമ്പോൾ ചിലപ്പോ 16 റക്അത്ത് ആകുമ്പോഴേക്കും ആകെ 16 റക്അത്ത് ആകുമ്പോഴേക്കും ഫജ്റിനോടടുക്കുമ്പോൾ പിന്നെ ഫജ്ർ നേരം വെളുത്താൽ പിന്നെ തറാവീഹിന്റെ സമയം കഴിയുമല്ലോ, വിത്റിന്റെ സമയം കഴിയും. അപ്പോൾ അവിടെ
ഒരു റക്അത്ത് വിത്ർ നിസ്കരിച്ച് വിത്ർ ചുരുക്കും, അല്ലെങ്കിൽ 3 റക്അത്ത് നിസ്കരിച്ചിട്ട് വിത്ർ ചുരുക്കും. അങ്ങനെ ചിലപ്പോ ആകെ 19 റക്അത്ത് നിസ്കരിക്കും. അല്ലെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ തന്നെ ചില സമയത്ത് ദീർഘമായി ഓതി 8 റക്അത്താകുമ്പോഴേക്കും എന്താകും? സുബഹിന്റെ സമയത്തിനോട് അടുക്കും. അപ്പൊ വിത്ർ നിസ്കരിക്കാൻ വിത്റും നഷ്ടപ്പെടും. ഇനിയും തറാവീഹ് നീട്ടിക്കൊണ്ടു പോകുമ്പോ അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ 3 റക്അത്ത് നിസ്കരിച്ച് വിത്ർ ചുരുക്കും. ചിലപ്പോ 10 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചതിന്റെ ശേഷം എന്ത് സംഭവിക്കും? സുബഹിനോടടുത്ത സമയമാകും. അപ്പോൾ 1 റക്അത്ത് മാത്രം നിസ്കരിച്ച് വിത്ർ നിസ്കരിച്ച് 11 റക്അത്താക്കും. അല്ലെങ്കിൽ പിന്നെ 3 റക്അത്ത് നിസ്കരിച്ച് 11 റക്അത്താക്കും. ഇങ്ങനെ വ്യത്യസ്ത രീതികളുണ്ട്. അപ്പൊ ഖിറാഅത്ത് നീട്ടം കൂടി കൂടുതലായി അത് വളരെ കൂടുതലാകുമ്പോൾ സുബഹ് വരേക്കും നീളുന്ന അവസ്ഥയുണ്ടാകും. സുബഹ് വരേക്കും നീളുമ്പോൾ ചിലപ്പോ റക്അത്തുകളുടെ എണ്ണം എത്രയാണോ ആയത് അവിടെ വെച്ച് ചുരുക്കും. എന്നാൽ ഖിറാഅത്ത് അത്ര നീട്ടാതിരിക്കുമ്പോൾ 20 റക്അത്തിനേക്കാൾ കൂടുതലാക്കി തറാവീഹ് നിസ്കരിക്കണമില്ല. തറാവീഹിന്റെ നിസ്കാരത്തിന്റെ എണ്ണം 20 റക്അത്താണ്. ആ 20 റക്അത്ത് നിസ്കരിക്കുന്ന തറാവീഹ് സമയം കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ റക്അത്ത് പിന്നെ ഖിറാഅത്ത് ഖുർആനോത്ത് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ചിലപ്പോ 10 റക്അത്തോ 8 റക്അത്തോ 12 റക്അത്തോ 14 റക്അത്തോ ഒക്കെ നിസ്കരിച്ച് നിർത്തുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട്? ഖിറാഅത്ത് വർദ്ധിപ്പിച്ച് സുബഹ് ആകാം അടുത്തതായി. ഇനിയും നീട്ടിയിട്ടുണ്ടെങ്കിൽ വിത്ർ നഷ്ടപ്പെടും എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവിടെ വിത്ർ നിസ്കരിച്ച് നിർത്തും. അതിന്റെ അർത്ഥം തറാവീഹ് 10 ആണെന്നോ തറാവീഹ് 8 ആണെന്നോ തറാവീഹ് 14 ആണെന്നോ അല്ല. മറിച്ച് തറാവീഹ് ഇനിയും നിസ്കരിച്ചാൽ സുബഹായി പോകും. അപ്പൊ അതുകൊണ്ട് തറാവീഹിന്റെ സമയമല്ലാത്ത സമയത്ത് തറാവീഹ് നിസ്കരിക്കും, വിത്ർ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ തറാവീഹ് ആ ദിവസത്തിൽ 10 നിസ്കരിക്കാൻ പറ്റിയിട്ടുള്ളൂ, ആ ദിവസത്തിൽ 12 നിസ്കരിക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം സുബഹാകാൻ പോകുന്നു. ഈ നിലക്ക് ചില സമയത്ത് നിർത്തിയിട്ടുണ്ട്, എണ്ണം കുറച്ചിട്ടുണ്ട് എന്നല്ലാതെ തറാവീഹിന്റെ നിസ്കാരത്തിന്റെ യഥാർത്ഥ എണ്ണം 20 തന്നെയാണ് എന്ന് സഹാബത്തിന്റെ ഇജ്മാ ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമാണ്. അത് ചില റിപ്പോർട്ടിൽ കാണാം 36 റക്അത്ത് നിസ്കരിച്ചായിട്ട് കാണുന്നുണ്ട്, 39 റക്അത്ത് നിസ്കരിച്ചായിട്ട് കാണുന്നുണ്ട്. പിന്നെ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ തന്നെ അതനുസരിച്ച് 36 റക്അത്ത് നിസ്കരിച്ചതായിട്ട് റിപ്പോർട്ടുള്ള അനുസരിച്ചാണ്. പിന്നെ ആരാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത്? പിന്നെ തറാവീഹ് 36 നിസ്കരിച്ചത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 36 നിസ്കരിച്ചിട്ടുണ്ടല്ലോ. 20 റക്അത്ത് തറാവീഹും പിന്നെ 16 റക്അത്ത് വേറെയും, ഓരോ 4 റക്അത്തിന് 4 റക്അത്ത് വീതം വർദ്ധിപ്പിച്ച് 36 റക്അത്ത്. ഓരോ 4 റക്അത്ത് കഴിയുമ്പോഴും ഒരു 4 റക്അത്ത് കൂടുതൽ നിസ്കരിക്കും. അതെന്താ? മക്കയിൽ 4 റക്അത്ത് തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം തവാഫ് ചെയ്യും. തവാഫ് ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം കൂടി മക്കക്കാർക്ക് കൂടുതൽ കിട്ടുകയല്ലേ. അപ്പോ മദീനത്തിനും ആ ശ്രേഷ്ഠത കിട്ടാൻ വേണ്ടിയിട്ട് സഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ചില സന്ദർഭത്തിൽ 36 റക്അത്ത് നിസ്കരിച്ചായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് മദീനയിൽ നിസ്കരിക്കുമ്പോൾ 36 റക്അത്ത് നിസ്കരിക്കണമെന്ന അഭിപ്രായമാണ്. ഓരോ 4 റക്അത്ത് നിസ്കരിച്ച് തറാവീഹിൽ നിന്നുള്ള 4 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു 4 റക്അത്ത് സുന്നത്ത് വേറെ നിസ്കരിക്കാം. അത് തറാവീഹിൽപ്പെട്ടതല്ല. തറാവീഹിൽപ്പെട്ടതല്ലെങ്കിലും അതും ഉറക്കെ ഓതുകയും അതുപോലെ തന്നെ പിന്നെ ആ 4 റക്അത്തിലും തുടർന്ന് നിസ്കരിക്കുകയും ചെയ്യും. പക്ഷെ തറാവീഹ് എന്ന നിലക്കല്ല നിസ്കരിക്കുന്നത്, മറിച്ച് ഒരു മുത്തലഖായ സുന്നത്ത് എന്ന നിലക്കാണ് നിസ്കരിക്കുന്നത് അവിടെ. അങ്ങനെ 16 റക്അത്ത് 4x4 16 റക്അത്ത് മദീനയിൽ വർദ്ധിപ്പിക്കാറുണ്ട്. ഓരോ 4 റക്അത്തിന്റെ ഇടയിലും 4 റക്അത്ത് വീതം കൂട്ടിയിട്ട്. അങ്ങനെയാണ് മദീനയിൽ 36 റക്അത്ത് നിസ്കരിച്ചത്. അതും സഹാബത്തിന്റെ കാലത്ത് ചില സന്ദർഭങ്ങളിൽ നിസ്കരിച്ചിട്ടുള്ളതാണ്. അതനുസരിച്ചാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 36 റക്അത്ത് പറഞ്ഞു. ഏതായിരുന്നാലും 20നേക്കാൾ താഴെ തറാവീഹിന്റെ നിസ്കാരത്തിന്റെ എണ്ണം ഇല്ല.
ഒരു സ്ഥലത്തുമില്ല. ചില സ്ഥലത്ത് കുറഞ്ഞിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏത് നിലക്ക് മാത്രമാണ്? രാത്രി തീർന്നു പോകുന്നു, പകലാകുന്നു എന്ന നിലക്ക്, പകലായി സുബഹായി പോകും എന്ന നിലക്ക് രാത്രി പിന്നെ ഖിറാഅത്ത് വർദ്ധിപ്പിക്കുന്നു, ഖുർആനോത്ത് വർദ്ധിപ്പിച്ചത് കൊണ്ട് ഇനി നേരം വെളുക്കാൻ പോകുന്നു. അപ്പൊ എത്രയാണ് ആയത്? 10 ആയതാണെങ്കിൽ 10 വെച്ച് നിർത്തി പിന്നെ 1 റക്അത്ത് വിത്ർ നിസ്കരിക്കും, അല്ലെങ്കിൽ 3 റക്അത്ത് വിത്ർ നിസ്കരിക്കും. 12 ആണെങ്കിൽ 12 വെച്ച് നിർത്തും. കാരണം നീട്ടിക്കൊണ്ടു പോയാൽ അവിടെ വിത്ർ നഷ്ടപ്പെടും. പിന്നെ തറാവീഹിനും അതേപോലെ തന്നെ വിത്ർ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? ഏറ്റവും മോക്കതായ സുന്നത്താണുള്ള വിത്ർ, വാജിബാണെന്ന് വരെ അഭിപ്രായമുള്ള നിസ്കാരമാണ്. അതുകൊണ്ട് വിത്ർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം എന്ത് ചെയ്യും? തറാവീഹ് നിർത്തി വിത്ർ നിസ്കരിക്കും. ഇങ്ങനെയാണ് എണ്ണത്തിലുള്ള വ്യത്യാസമുള്ളത്. തറാവീഹിന്റെ നിസ്കാരം യഥാർത്ഥത്തിൽ തറാവീഹ് 20 റക്അത്താണ്. 20-ൽ കുറഞ്ഞ് 4 റക്അത്തോ 2 റക്അത്തോ ഒക്കെ നിസ്കരിച്ചാലും ആ നിസ്കരിച്ചതിനുള്ള പ്രതിഫലം കിട്ടും. 20 റക്അത്താണെന്ന വിശ്വാസത്തോടെ 2 റക്അത്ത് നിസ്കരിച്ച ഒരാള് കാരണം ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂവെങ്കിൽ ആ 2 റക്അത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടും. അതാണ് ഫുഖഹാക്കളൊക്കെ ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. മൊത്തത്തിൽ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പയ്യൽ ഉസ്താദ് ഇനി വേണമെങ്കിൽ മൈക്കിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മൈക്ക് കൊടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ് ഉസ്താദ്, ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഉസ്താദുമാർക്കും പ്രവർത്തകന്മാർക്കും എല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഫിആയ ഇൽമിൽ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാഷാ അല്ലാഹ്, നല്ല ഒരു വിശദീകരണമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നടത്തിയിട്ടുള്ളത്. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് അവസ്ഥ. ഇപ്പൊ നിങ്ങൾക്ക് അവസ്ഥ തിരിഞ്ഞല്ലോ. മുജാഹിദീങ്ങളെടുത്ത് 3/4 കഷ്ണം ഹദീസ്, ആ 3/4 കഷ്ണം ഹദീസ് ആണെങ്കിലോ ഒന്നിനും രേഖയല്ല. പിന്നെയോ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കാനേ അതുകൊണ്ട് പറ്റുള്ളൂ. മാക്കാനേ ചെയ്തു, എന്ത് മാക്കാനേ ചെയ്തു? അതെന്താണ് സംഭവം? എന്താണ് ഇതൊന്നും ഓർക്കറിയില്ല. എന്റെ മൗലവിമാര് പറഞ്ഞു കൊടുത്താണ്. രാത്രി നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചപ്പോ മാക്കാന യസീദു എന്ന് പറഞ്ഞു. കണ്ടോ, അവിടെ രാത്രി നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്നില്ല. അത് മുജാഹിദ് മൗലവിമാര് ഇറ്റിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനം നടത്തിയതാ, കള്ള അർത്ഥം പറഞ്ഞു കൊടുത്തതാണ് അവിടെ. അങ്ങനെ ആ ഹദീസിന്റെ ലഫ്ളിന് അങ്ങനെ ഒരു അർത്ഥം ഇല്ല. പിന്നെയോ രാത്രി 11-നേക്കാളും കൂട്ടിയിട്ടില്ല എന്ന് മുജാഹിദ് മൗലവിമാര് പറഞ്ഞ പച്ച കളവാണ്. കാരണം സഹീഹുൽ ബുഖാരി തന്നെ രാത്രി 13 റക്അത്ത് നിസ്കരിച്ചു എന്ന് ഹദീസുണ്ട്. അതുകൊണ്ട് രാത്രി 11-നേക്കാളും കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കളവാ. അത് മുജാഹിദ് മൗലവിമാർ പറഞ്ഞത് നുണയാണ്. പിന്നെ ആയിഷ ബീവി പറഞ്ഞത് നുണയാണോ? അല്ല. ആയിഷ ബീവി ഒരു പ്രത്യേക നിസ്കാരത്തെ കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു ആയിഷ ബീവിന്റെ മറുപടി. അത് റമളാനിലും അല്ലാത്തപ്പോൾ നീട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥവും. ആ നിസ്കാരത്തെ കുറിച്ചല്ല ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ 13 നിസ്കരിച്ചു എന്ന് പറഞ്ഞതും. അത് ഇമാം ബുഖാരി തങ്ങൾക്കും അറിയാം, ആയിഷ ബീവിക്കും അറിയാം. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അത് കളവല്ലാതായത്. എന്നാ മുജാഹിദ് മൗലവിമാർ പറയണതോ ആകെ നിസ്കാരം 11 നിസ്കരിച്ചിട്ടുള്ളൂ രാത്രി എന്നാ. അങ്ങനെയാണെങ്കിൽ 13 നിസ്കരിച്ചു എന്ന ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ നുണയാണ്. മനസ്സിലായിട്ടേ? ആയിഷ ബീവി റളിയല്ലാഹു തആല എന്ന് പറയുന്നതോ അത് ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തതാണ്. ചോദിച്ച ചോദ്യം അതാണ്. ആയിഷ ബീവിക്ക് അറിയാം, ഉത്തരം കൊടുത്തത് ഏത് നിസ്കാരത്തെ കുറിച്ചാണെന്ന് ചോദ്യകർത്താവിനും അറിയാം. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ ആ വിഷയത്തിൽ ചിന്തിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 11 8ഉം 3ഉം ഈ 8ഉം 3 എങ്ങനെ വന്നതാ എനിക്കതറിയില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. 8 റക്അത്തും 3 റക്അത്തും 11 റക്അത്ത്. ഇത് 11 റക്അത്ത് തറാവിയാണോ? മുജാഹിദീങ്ങളോട് ചോദിച്ചാൽ പറയും അത് 8 റക്അത്ത് തറാവിയും 3 റക്അത്ത് വിത്റാന്ന് അറിയും ഒരു പ്രാവശ്യം. അത് ശരി. അപ്പൊ 8 റക്അത്താണ് തറാവീഹ് അല്ലേ? അല്ലേ 11 റക്അത്ത് തറാവീഹ്? അപ്പൊ നിങ്ങളെല്ലാവരും അല്ല, ഇങ്ങനെയാണ് 8ഉം 3ഉം 11 തന്നെ. 11 റക്അത്ത് തറ എന്താ ഒരു 8ഉം 3ഉം പിന്നെ അവിടെ അതങ്ങനെ പറഞ്ഞ് ശീലാക്കിയതാ ഞങ്ങള്. 8ഉം 3ഉം 11, 8ഉം 3ഉം 11 ഞങ്ങൾ അങ്ങനായിട്ട് ശീലാക്കിയതാണ്. കണ്ടാ എന്താ സംഭവം എന്ന് ഓടിക്കന്നെ ഒരു ഐഡിയ ഇല്ല വിഷയത്തില്. അല്ല 11 റക്അത്ത് തറാവി എത്ര റക്അത്താന്ന് വെച്ചാൽ ഒരു പറയും 11. അത് ശരി. ആ 11 റക്അത്ത് തറാവി ആണില്ല, അപ്പൊ വിത്തറില്ലല്ലേ? അല്ല 8ഉം 3ഉം ആണ്. 8 റക്അത്ത് തറാവിയും 3 റക്അത്ത് വിത്തറും. അപ്പൊ തറാവി 8 റക്അത്താണില്ലേ? അല്ലല്ല തറാവി 11 തന്നെയാണ് ഞാൻ പറയും. ഈ ഒരവസ്ഥ
മുജാഹിദീങ്ങൾക്ക് എന്നൊരു ഐഡിയ കിട്ടണില്ല. എന്തോ ആവട്ടെ, ഈ വിഷയത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഭിപ്രായമാണ് ലോകം മുഴുവനും ഉള്ളത്. ലോകം മുഴുവനും ഉള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ അഭിപ്രായമാണ്. ഇവൻ വഹാബികൾക്ക് പോലും കേരളത്തിലുള്ള ഞാനൂല് മുജാഹിദിനെ മാറ്റി നിർത്തിയാൽ ലോകം മുഴുക്കെയുള്ള വഹാബികൾക്കും അടക്കം സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണ് ഇവിഷയത്തിലുള്ളത്. എന്താണ്? 23 നിസ്കരിക്കാം, കുഴപ്പമില്ല. ഇനി അതിന്റെ ഇടയിൽ ചുരുക്കി വെച്ചിട്ട് അതിനും തെറ്റില്ല. ഇപ്പൊ വാടാനപ്പള്ളി ഉസ്താദ് പറഞ്ഞില്ലേ, കേട്ടില്ലേ നിങ്ങള്? ഒരാളിപ്പോ ഇനിയിപ്പോ നിക്കാരൊന്നും കൂട്ടി, പിന്നെ സൂറത്ത് കൂട്ടി എന്നുള്ള പ്രശ്നമൊന്നും വേണ്ട. ഒരാൾക്ക് 12 റക്അത്ത് നിസ്കരിച്ച്, 13 റക്അത്ത് നിസ്കരിച്ച്, 12 റക്അത്ത് നിസ്കരിച്ചപ്പോ കാലിന്റെ മുട്ടിന് വല്ലാത്ത വേദന. അപ്പൊ ലോഹറ് മാതിരി 2 റക്അത്ത് നിസ്കരിച്ച് കാലിന്റെ മുട്ടിൽ വേദന എന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റൂലല്ലോ ലോഹറ്. അതേമാതിരി തറാവീഹിനില്ല, 12 റക്അത്ത് നിസ്കരിച്ചപ്പോ ഭയങ്കര കാലിന്റെ മുട്ടിൽ വേദന. എന്നാ പിന്നെ 1 റക്അത്ത് വിത്രം നിസ്കരിച്ച് ഓന് എത്തിക്കോട്ടെ, ഓന് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് കുറ്റമൊന്നും വരൂല. ആ 12 1 13ന്റെ കൂലി ഓന് കിട്ടും. അത് തെറ്റല്ല, സുന്നിയുടെ ആശയം അതാണ്. ഇനിയോ ഒരാൾക്ക് 4 റക്അത്ത് നിസ്കരിച്ച് വല്ലാണ്ട് പനി, തലക്ക് കുരിക്കാൻ വയ്യ, തലവേദനായിട്ട് ആകെ വിഷമിച്ചു, അദ്ദേഹത്തിന് കഴിയുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു. അപ്പൊ 4 റക്അത്ത് 1 റക്അത്ത് നിസ്കരിച്ച് ഓൻ നിർത്തി, അതും തെറ്റല്ല. എത്ര നിസ്കരിച്ചാലും കുറ്റമില്ല, എത്രയെങ്കിലും നിർത്താം, കുഴപ്പമില്ല, അതൊരു തെറ്റല്ല. എന്നാൽ അതിന്റെ പരിപൂർണത എത്രയാണ്? 23 23 പരിപൂർണമായ അതിൽ പിന്നെ തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം 23. അത് നിസ്കരിച്ചാൽ തറാവീഹിന്റെ പരിപൂർണമായ കൂലി കിട്ടും. ശരിക്കും ശ്രദ്ധിക്കുക, പരിപൂർണമായ കൂലി. താഴെ എത്ര നിസ്കരിച്ചാലും അതിന്റെ കൂലി കിട്ടും, അത് തെറ്റല്ല. ഇതാണ് സുന്നികൾ പറയണത്. എന്നാ മുജാഹിദീങ്ങൾ പറയുന്ന 8 3 11 കൂടിയാൽ നരകത്തിലാന്ന ബിദ്അത്താണ്, മുബ്തദി ആണ്, നരകത്തിലാന്ന മുജാഹിദിന്റെ വാദം. 8 3 11 കൂടുതൽ നിസ്കരിച്ചു പോയാൽ, സുജൂദ് 1 അധികം അല്ലാഹുവിന് ചെയ്തു പോയാൽ നരകത്തിലാണേലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നബിതങ്ങൾ 11 റക്അത്തിനേക്കാളും കൂടുതൽ രാത്രി നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരാള് ഒരു ദിവസം രാത്രി 13 റക്അത്ത് നിസ്കരിച്ചു പോയാൽ നരകത്തിലാണേലോ. അല്ലെങ്കിൽ ഒരു 15, ഒരാൾ ഒരു 51 റക്അത്ത് രാത്രി നിസ്കരിച്ചാൽ നരകത്തിൽ പോകുമോ? എന്താ മുജാഹിദെ പൊട്ടത്തരം പറയണേ? ഇതിനൊക്കെ ഒരു തല വേണ്ട നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റബീഅ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ചോദിച്ചു, നബിയെ, പിന്നെ എനിക്ക് സ്വർഗത്തില് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ചോദിച്ചപ്പോ നബി തങ്ങളുടെ മറുപടി എന്താ? അഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, കൂടുതൽ നിസ്കരിച്ചിട്ട് മോനെ എന്നോടൊന്ന് സഹകരിക്കണം എന്ന്, നിസ്കാരം കൂടുതലാക്കണം, സുജൂദ് കൂട്ടണം, അഥവാ നിസ്കാരം കൂട്ടണം എന്ന്. മുജാഹിദ് പറയുന്നത് രാത്രി 11 പറ്റുള്ളൂ, 12 പോയാ നരകാണ്. ഈ മുജാഹിദിനെ മുക്കാലി കെട്ടി തല്ലണ്ടേ? അള്ളാന്റെ റസൂൽ ഒന്ന് പറയാ, മുജാഹിദ് വേറൊന്ന് പഠിപ്പിക്കുക. ഒരൊറ്റ മുജാഹിദും 12 റക്അത്ത് നിസ്കരിക്കൂലല്ലോ, അല്ലെങ്കിൽ ഒരു 13 റക്അത്ത് നിസ്കരിക്കൂലല്ലോ. കാരണം മാക്കാനെ യസീദ് ഹദീസില്ലേ പറച്ചോനെ, അപ്പൊ 13 നിസ്കരിച്ചാ നരകത്തിലാ. ഞാൻ ചോദിക്കട്ടെ എന്റെ മുത്തേ, നിങ്ങൾ എങ്ങനെ ഈ ബിദ്അത്ത് കാണുന്നത്? എനിക്ക് ഈ ബിദ്അത്ത് മനസ്സിലാകുന്നില്ല. ഇതിന്റെ ഇടയിൽ വേറൊരു പ്രശ്നം കൂടി പറയാനുണ്ട്. ഇതെല്ലാം പറയണ മുജാഹിദീങ്ങൾക്ക് സലാത്ത് ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞിട്ടൊരു നിക്കാരുണ്ട്, ഒരു സ്പെഷ്യൽ നിക്കാരം. രാത്രി റമദാനിന്റെ രാത്രിയിൽ ഒരു പുതിയ പരിപാടി ഉണ്ട് ഇവർക്ക്. എന്ത് പറയോ? ഖിയാമുൽ ലൈൽ. തറാവിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഖിയാമുൽ ലൈൽ. എത്ര? ഖിയാമുൽ ലൈൽ. മനസ്സിലായി? നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് GCC-യിലൊക്കെ ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളെ നാട്ടിലുണ്ടോ മുജാഹിദ്? നിങ്ങൾക്ക് എനിക്കറിയില്ല. GCC-യിലൊക്കെ കാണാം, ഞാൻ UAE-യിലൊക്കെ കണ്ടിട്ടുണ്ട്. രാത്രിയിലുണ്ടാവും അത്താഴത്തിന്റെ, നമ്മളൊക്കെ കാര്യമായിട്ട് അത്താഴം കഴിക്കുന്ന ആ സമയത്തുണ്ടാവും ഇവർ നിക്കരിക്കണ്. എന്താ നിക്കാരോ? പിന്നെ നമ്മളെ എന്താണ് അതിന്റെ പേര്? ഖിയാമുൽ ലൈലാണല്ലോ. ശരി. ഇത് 11 നബി കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ എത്ര റക്അത്താ വടനപ്പള്ളി ഉസ്താദ് നിസ്കരിക്കണേ എനിക്കറിയില്ല. ആ നിക്കാർ എത്ര നിസ്കരിക്കുന്നത് വടനപ്പള്ളി ഉസ്താദിന് ഐഡിയ ഉണ്ടാവും. അത് എത്ര റക്അത്താ ഉസ്താദ്? അത് ഞാൻ ഇങ്ങനെ കേൾക്കാൻ വായിക്കല്. 19 റക്അത്തോ? 8 ഇല്ലേ? ആദ്യം തന്നെ 8 റക്അത്ത്. ഇജ്അലു ആഖിറ സലാത്തിക്കും വിത്റാന്നാണ് റസൂലുള്ളാഹി പറഞ്ഞു. ഇവർക്ക്
എട്ടയിലാണല്ലോ അവസാനിപ്പിക്കരുത്. ഏതായാലും 8 റക്അത്ത് നിക്കാരും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 11-നേക്കാളും റസൂലുള്ള കൂട്ടിയിട്ടില്ല, അതിനേക്കാളും കൂട്ടൽ ബിദ്അത്താന്ന് പറയുന്ന മുജാഹിദിന് രാത്രി ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞിട്ടൊരു ബിദ്അത്ത്. നിങ്ങൾ ആലോചിച്ച്, ഓല ഭാഷയിലാട്ടോ. നമുക്ക് നിക്കരിക്കാം, നമുക്ക് 8 അല്ല 46 നിക്കരിച്ചാൽ നമുക്ക് യാതൊരു പരാതിയില്ല. നിക്കാരല്ലേ ചെയ്തോട്ടെ, പ്രത്യേകിച്ച് റമളാനല്ലേ കൂടുതൽ കൂലിയായി എത്രയും നിക്കരിക്കാം. റസൂലുള്ള അങ്ങനെയാ പഠിപ്പിച്ചത്, റസൂലുള്ള അങ്ങനെയല്ലേ പഠിപ്പിച്ചത്. പക്ഷെ മുജാഹിദിന് മാക്കാനേ യസീദുണ്ടല്ലോ. അപ്പൊ 11-നേക്കാളും കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ മുജാഹിദ് 11 നിക്കരിച്ചിട്ട് പിന്നെന്താ 8? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോ 11 8 നബി നിക്കരിച്ചു എന്നാണോ? അപ്പൊ പിന്നെ 19 ആകും മുജാഹിദേ, അപ്പൊ പിന്നെ 19 ആകും. അപ്പൊ മുജാഹിദ് ഒന്നിരിക്കൽ പറയണം അത് ബിദ്അത്താണ്, ചെയ്യാൻ പാടില്ല എന്ന് പറയണം. അതല്ല, ബിദ്അത്തല്ല, നബി 11 നിക്കരിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് 19 നിക്കരിക്കാം, പിന്നെ ഖിയാമു റമളാനൊക്കെ വേറെ നിക്കരിക്കാം എന്നാണോ നിങ്ങളെ ആശയം? സത്യത്തിൽ നിങ്ങളെ ആശയം എന്താ? അല്ല മുജാഹിദ്, നിങ്ങളെ ആശയം എന്താ? എത്ര റക്അത്ത് നിങ്ങൾ നിക്കരിക്കുക? ഇപ്പൊ 11 നിങ്ങൾ ഓൾറെഡി ഇശാന് ശേഷം നിക്കരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാതിരാക്ക് നിങ്ങളൊരു 8 നിക്കരിക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ നിങ്ങൾ പറയുന്നു 11-നേക്കാളും രാത്രി നിൽക്കാരം കൂട്ടിയാൽ ബിദ്അത്താണ്, നരകത്തിലാണ്. അപ്പൊ ആ സത്യത്തിൽ ആരാ നരകത്തില്? സത്യത്തിൽ ഇപ്പൊ ആരാ നരകത്തില്? നിങ്ങളോ? ഇതാണ് മുജാഹിദിസം. ഒറ്റ ഒന്നിനും തൂക്കം ഉണ്ടാവൂല, തൂക്കമുള്ള വർത്താനം പോലും പറയില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ല സുഹൃത്തുക്കളെ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? പറച്ചോൻ, എന്റെ ഭാഷ മനസ്സിലാവായിട്ടാണുണ്ടോ? എന്റെ ഭാഷ നിങ്ങൾക്ക് തിരിയുണ്ടല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്, എല്ലാവർക്കും എന്തായാലും തിരിയും, അതെനിക്ക് ഉറപ്പാ. റുവൈസിന് അങ്ങനെയാ, എന്തായാലും വേണ്ടില്ല. അഷ്റഫി ഉസ്താദ് നമുക്കത് പരിചയമില്ലാത്ത കേസാണ്. നമ്മൾ അഷ്റഫി ഉസ്താദ് പറയാണ് ഇശായിന് ശേഷം 8 നിക്കരിക്കലുള്ളൂ, അർദ്ധരാത്രി 11 നിക്കരിക്കലുള്ളൂ. നമുക്ക് ഏതായാലും ഓരോ കൂട്ടത്തിൽ പോയി നിക്കരിക്കാത്ത കൊണ്ട് നമുക്ക് ഐഡിയ ഇല്ല ഇത് എത്ര നിക്കരിക്കലെന്ന്. ഏത് സമയമായി 8 നിക്കരിക്കൽ, ഏത് സമയമായി 11 നിക്കരിക്കലെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ ഇതുവരെ ഓരോ കൂട്ടത്തിൽ പോയിട്ട് നിക്കരിച്ചിട്ടില്ല. അതുകൊണ്ടാ, മനസ്സിലായില്ലേ? അപ്പൊ എന്തോ ആവട്ടെ, ഏതായാലും 19 നിക്കാറുണ്ട്, അതെനിക്കറിയാം. 19 റക്അത്താണ് നിക്കരിക്കുന്നത്. ഇത് ഏത് സമയമായാലും വേണ്ടില്ല, രാത്രി ഇശാഇന്റെ ശേഷം. അപ്പൊ മാക്കാന യസീദ് എവിടെ ചങ്ങായിമാരെ? മാക്കാന യസീദ് വാടകയല്ല, നിങ്ങൾ നരകത്തിലാവൂലേ? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഈ ബിദ്അത്തും കോർത്ത് കഴുത്തി കെട്ടിക്കൊണ്ട് നടക്കുന്നത്? നിങ്ങൾക്ക് കുറവില്ല മനുഷ്യന്മാരെ. നിങ്ങൾ ഇനി ഈ വാദം പറഞ്ഞ് നടക്കാൻ വിവരക്കേട് പറയുമ്പോ അതിനൊക്കെ ഒരു കണക്ക് വേണം. നിർത്തിക്കോലി, ഇല്ലെങ്കിൽ വസലാവും. ഇനി നിങ്ങൾ വസലാവും. അള്ളാഹു താല കാക്കട്ടെ. മുജാഹിദ് നേതാക്കന്മാരടക്കം എല്ലാരും പറഞ്ഞു 11 എന്ന ഒരു ഹദ് ദീനുൽ ഇസ്ലാം നിർണയിച്ചിട്ടില്ല. മറിച്ച് തറാവീഹ് 23 വരേക്കും എത്രയും ആകാവുന്നതാണ്, എത്രയും നിസ്കരിച്ച് നിർത്താം. അതിൽ അംറ് വാസി ആണ്, കഴിയുന്നത്ര നിസ്കരിച്ചോളി, കുഴപ്പമൊന്നുമില്ല. അത് 11-നേക്കാളും കൂടുതൽ ബിദ്അത്താണെന്ന വാദം ബിദ്അത്താണ്. ശരിക്കും ശ്രദ്ധിക്കുക, 11-നേക്കാൾ കൂടുതലാക്കൽ ബിദ്അത്താണെന്ന വാദമാണ് ബിദ്അത്ത്. അത് ലോകത്ത് ഒരാളും പഠിപ്പിക്കാത്ത ഒരു വാദമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അൽബാനി സാറ് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. മൂപ്പരാണെങ്കിൽ ഒരു പെരുമ്പൊട്ടനായ കൊണ്ട് മൂപ്പരെ നമ്മൾ കണക്ക് കൂട്ടണ്ട. അൽബാനി സാറ് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. മൂപ്പരാണെങ്കിൽ ഒരു പെരുമ്പൊട്ടനാണ്, നമ്മൾ കണക്ക് പറയേണ്ടതില്ല, ഒറ്റും പറയില്ല. മൂപ്പരൊരു ഷാദാണ് ഈ വിഷയത്തിൽ. ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമാണ് മൂപ്പരത്. എല്ലാരും ഇപ്പം രാത്രി എന്നാണ് അൽബാനി പറയും, നിങ്ങളെല്ലാം രാത്രി എന്ന് പറഞ്ഞാൽ ഞാനിപ്പം പറയും പകലാണ്. അങ്ങനത്തെ ഒരു സാധനമാണ് അത്. അതിന്റെ പിന്നെ കണക്ക് കൂട്ടാൻ പറ്റൂല. എല്ലാരും പറഞ്ഞതിന് എതിര് പറയാന്നുള്ളതാണ് മൂപ്പര സിദ്ധാന്തം. എല്ലാരും പറഞ്ഞത് എന്താണോ അതിന് എതിര് പറയാ. ചിലർക്ക് അങ്ങനെ ഉണ്ട്, അതൊരു വീക്ക്നെസ്സാ. ഒരു മാനസിക രോഗത്തിന്റെ അടയാളാണ്. ആളുകളെ നമ്മളെ ശ്രദ്ധിക്കണം എന്ന് വിചാരിക്കുക, അതിനെല്ലാ പൊട്ടത്തരവും കാണിക്കുക. നിങ്ങളെല്ലാക്കാളും ഞാനൊരു വെറൈറ്റി ആകുക, സ്വയം തീരുമാനിക്കുക എനിക്കൊരു വെറൈറ്റി ആവണം. ഇപ്പൊ നിങ്ങളെല്ലാം പറയുന്നത് തന്നെ ഞാൻ പറഞ്ഞാ പിന്നെ അതിൽ വെറൈറ്റി ഉണ്ടാവും. എന്നെ ആരും ശ്രദ്ധിക്കൂലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാരും രൂപത്തിൽ തന്നെയാണ് ഞാനും എങ്കിലും, നിങ്ങളെല്ലാം പറയുന്നത് തന്നെയാണ് ഞാനും പറയുന്നത് എങ്കിലും,
ഇന്ന ആരെങ്കിലും ശ്രദ്ധിക്കുമോ, ഞാൻ എല്ലാവരെ പോലെ ഒരാളായി മാറും. പക്ഷേ നിങ്ങൾ ആരും പറയാത്ത ഒന്ന് ഞാൻ പറയുമ്പോ എന്നെ എല്ലാവരും ശ്രദ്ധിക്കല്ലോ. അത് പൊട്ടത്തരാണെങ്കിലും എന്നെല്ലാവരും ശ്രദ്ധിക്കുക. അതാരാ പൊട്ടൻ? ആ ഒരു നോട്ടം നോക്കുമല്ലോ. ചിലർക്കുണ്ട്, ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിന്റെ സൂക്കേട് എന്താന്ന് വെച്ചാൽ പഴയ സ്കൂട്ടർ ഉണ്ടല്ലോ, ഒരു ഭാഗത്ത് 50 കിലോ ഭാരമുള്ളത്. ആ പഴയ സ്കൂട്ടർ എന്നിട്ട് പോകുന്നേ ആ സ്കൂട്ടർ എടുത്തുങ്ങാണ്ട് നമ്മൾ എവിടെ പോയി നിൽക്കും? ജംഗ്ഷനിൽ, വലിയ വലിയ ജംഗ്ഷനിൽ പോയി അവിടെ നിർത്തും. നടുവില് എന്നിട്ട് അങ്ങോട്ട് ഓഫാക്കും. എന്നിട്ട് അങ്ങനെ അടിക്കും കിക്കറ്, ക്രാ 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 എന്നിട്ട് അങ്ങനെ അടിക്കും. ഇത് സ്റ്റാർട്ടാവൂല, അല്ലെങ്കിൽ സ്റ്റാർട്ട് ആക്കൂല. ഓന്റെ ലക്ഷ്യം എന്താ? ഇത് സ്റ്റാർട്ടാക്കലല്ല, ജനങ്ങൾ ഇങ്ങനെ നോക്കണം. അതാരാപ്പ അത്? നടു റോട്ടിലിട്ട് കാണ്ട് ഇതാക്കിയിട്ട് ഇങ്ങനെ നോക്കണം. അതാരാപ്പ അത്? ഇങ്ങനെ നോക്കണം. ഓനിക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ആണിത്. എക്സിബിഷനിസം എന്ന് പറയും, സെൽഫ് എക്സിബിഷനിസം. സ്വന്തത്തെ ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു ഉത്സുകത. അതാണ് കുഴപ്പം. ഇതേ ഒരു മാനസിക രോഗിയാണ് ആര്? അൽബാനി സാറ്. മൂപ്പരിക്കും ഇന്ന് എല്ലാവരും പറയാൻ പോലെ പറഞ്ഞ ഇന്നാരും ശ്രദ്ധിക്കൂല, അതുകൊണ്ട് ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ആക്കുക. ചിലരുണ്ട് ഒരു കാലം വരെ പച്ച കളറുള്ള പാൻറ്റും മറ്റേ കാലം വരെ ചോന കളറുള്ള പാൻറ്റും ആക്കും. ചിലരങ്ങനെ. ഇപ്പം ചിലരുണ്ട് അങ്ങനെ ചെരുപ്പ്. പഴയ കാലത്തൊക്കെ നമ്മൾ ചെരുപ്പ് ഇടുമ്പോഴേ രണ്ടും ഒരേ കളറായില്ലെങ്കിൽ നമുക്ക് ഇടാൻ പറ്റൂല, കാരണം രണ്ടെണ്ണത്തിന്റെ. ഇപ്പൊ അങ്ങനെയല്ല, വെറൈറ്റി ആണല്ലോ. എങ്ങനെയാ വെറൈറ്റി? വലത്തെ കാൽമേൽ പച്ച കളറ്, ഇടത്തെ കാൽമേൽ ചുവപ്പ് കളറ് ചെരുപ്പ്. ആ 5 കൊല്ലം മുമ്പ് ഇങ്ങനെ ഇടാൻ പറ്റുമോ? അയ്യേ, 2 സൈസ് ചെരുപ്പ് കൊണ്ടുകൊണ്ട് 2 കാൽമേലും അടക്കാൻ പറ്റുമോ? ഇല്ല. ആ ഒരു അവസ്ഥ അത് എക്സിബിഷനിസത്തിന്റെ ഒരു ഭാഗമാണ്. ഈ ഒരു മാനസിക രോഗം പിടിച്ച ആളാണ് ഈ അൽബാനി സാറ്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള മുഴുവൻ ആലിമീങ്ങളും പറഞ്ഞതിൽ നിന്ന് വ്യതിരിക്തമായി കൊണ്ട് അയാള് പറഞ്ഞു 11-നേക്കാളും കൂടുതലാക്കിയാൽ ബിദ്അത്താണ്. ആ ഒരു വാദം അംഗീകരിച്ചുകൊണ്ടാണ് കേരളത്തിലുള്ള മുജാഹിദീങ്ങളും പറയുന്നത് 11-നേക്കാളും കൂടുതൽ ബിദ്അത്താണ്. അല്ലാതെ ലോകത്ത് ഒരാളും പറഞ്ഞില്ല 11 റക്അത്തിനേക്കാളും കൂടുതൽ ബിദ്അത്താണെന്ന്. മറിച്ച് 23 റക്അത്ത് വരെ എത്രയും ആകാവുന്നതാണ് എന്നാണ് എല്ലാ ഇമാമിങ്ങളും പറഞ്ഞത്, എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത്, ഈവൻ വഹാബി നേതാക്കൾ അടക്കം പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അതുപോലെ തന്നെ ഞാൻ വായിച്ചു കേൾപ്പിച്ചിരുന്നു, ഇബ്നു ഉസൈമീൻ, ഇബ്നു ജബരീൻ, അതുപോലുള്ള മുജാഹിദ് നേതാക്കന്മാരടക്കം എല്ലാവരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോ ഇങ്ങനെ മൻ ശദ്ദ ഫിന്നാർ, ഒറ്റപ്പെട്ട അഭിപ്രായക്കാർ നരകത്തിലും ഒറ്റപ്പെടുമെന്ന ഹദീസ് വളരെ അന്വർത്ഥമാണ്. അൽബാനിയുടെ വിഷയത്തിൽ അദ്ദേഹം നരകത്തിലും ഒറ്റപ്പെടും എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നു, ഞാൻ പറയല്ല. മൻ ശദ്ദ ഫിന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി ഏതായാലും നീട്ടിക്കൊണ്ടു പോകുന്നില്ല, സമയം 1:30 മണിയായി UAE-യിൽ. അതുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.